അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി സിദ്നി ഇൽമൻ നാഫിയൻ വഅമലൻ മുതഖബ്ബല റിസ്കൻ ഹലാലൻ ത്വയ്യിബ ഖുലൂബൻ ഖാശിയ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. Assalamu alaikum warahmatullahi wabarakatuhu, my beloved sisters. ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمود وقل رب ادخلي مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. നമ്മൾ ഇന്നത്തെ വിഷയം തഹജ്ജുദിൻ്റെ മഹത്വങ്ങളില്ലേ. തഹജ്ജുദ് നമസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു പണ്ടാരോ പറഞ്ഞ പോലെ, കടലിനെ കുറിച്ച് പറഞ്ഞ പോലെ അഗാധമാണ്. അതിലെന്തൊക്കെയാണുള്ളതെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതുപോലെ ഈ നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും ഹദീസിലും വിശദീകരിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ കേട്ടാൽ അന്തം മുട്ടിപ്പോകും. ഫർള് നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു ഇത്രയും പറഞ്ഞില്ലാലോ എന്ന് തോന്നിപ്പോകും. അത്രക്ക് പ്രതിഫലങ്ങളെക്കുറിച്ചിട്ട് ഹദീസിലും ഖുർആനിലൂടെയും വ്യക്തമാക്കുന്നുണ്ട്. മാ ഹുവ സലാത്തുൽ തഹജ്ജുദ് അല്ലേ. ഉത്തരം വെരി ക്ലിയർ. അഖ്റബു മാ യകൂനു റബ്ബ മിനൽ അബ്ദി ഹിയ ജൗഫിൽ ലൈലി വൽ ആഖിർ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അടുത്തിട്ടുള്ള ജൗഫിൽ ലൈലിൽ രാത്രിയുടെ അന്ത്യയാമത്തിലാണ് അല്ലേ. അന്തകൂനു മിമ്മൻ യദ്കുറൂന അല്ലാഹ ഫി തിൽക സഅതി ഫകുൻ. ആ സമയത്ത് നിങ്ങൾ അള്ളാഹുമായി അടുക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ സമയമാണ് എങ്കിൽ നിങ്ങൾ അപ്രകാരമാകുക അല്ലേ. അതിന് അടുക്കുവാൻ, അള്ളാഹുവിനോട് കോൺവെർസേഷൻ ചെയ്യുവാൻ, സംസാരിക്കുവാൻ, കരയുവാൻ, ചിരിക്കുവാൻ, തമാശകൾ പറയാൻ, പിന്നെ അള്ളാഹുവിനെ നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ ഒക്കെ ഏറ്റവും പറ്റിയ ആപ്റ്റായ ഒരു സമയമാണ് അല്ലേ. അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും നല്ല ഒറ്റമൂലി, ഒരു സിംഗിൾ റൂട്ട്, ഒറ്റമൂലിക്ക് ഇംഗ്ലീഷ് പറയുന്ന പോലെ സിംഗിൾ റൂട്ട്, അതാണ് അഫ്ളൽ മെഡിസിനാണ് തഹജ്ജുദ് നമസ്കാരം അല്ലേ. അതിന് ഒട്ടനവധി സവിശേഷതകളുണ്ട്. അത് വായിച്ചു നോക്കിയാൽ അന്തം മുട്ടിപ്പോൾ. അതിന് മാത്രം പ്രത്യേകതകൾ. ഞാൻ ഏകദേശം 90ൻ്റെ അടുത്ത് എഴുതി നിർത്തിയതാണ്. 89 വരെയായിട്ട് വീണ്ടും സെർച്ച് ചെയ്താൽ ഇനിയും കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അപ്പോൾ തഹജ്ജുദ് നമസ്കാരങ്ങൾക്ക് ഇത്രയും മഹത്വങ്ങളോ എന്നൊരു പറഞ്ഞിട്ടൊരു ബ്ലോഗ്, അത് ബ്ലോഗ് ഇട്ടോ, ഇതല്ല മറ്റേ യൂട്യൂബിലെ വീഡിയോസ് അല്ല, ഈ എഴുതുന്നത്. ഈ ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന കാര്യങ്ങളാണ്. അതിൽ ഞാൻ എഴുതി അതിൻ്റെ പിന്നെ തലക്കെട്ട് തന്നെ അതാ, തഹജ്ജുദ് നമസ്കാരങ്ങൾക്ക് ഇത്രയും മഹത്വങ്ങളോ. അത് 3 പാട്ടായിട്ട് എഴുതേണ്ടി വന്നു. ഒരു പാട്ടിലൊന്നും ഒതുങ്ങുന്നതല്ല, അതിന് മാത്രം ഉണ്ടായിരുന്നു. അതായത് ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരമാണ് തഹജ്ജുദ് നമസ്കാരം. തഹജ്ജുദ് നമസ്കാരക്കാർക്ക് അള്ളാഹു നൽകുന്ന ഓഫറുകൾ കാണുക അല്ലേ. മാന്യ സഹോദരിമാരെ, ഈ പരമ്പര നിങ്ങൾ 3 ഉണ്ട്, അത് തുടർച്ചയായിട്ട് വായിക്കുകയാണെങ്കിൽ ഒരു കുട്ടി പോലും തഹജ്ജുദ് നമസ്കരിക്കാതിരിക്കൂല എന്ന് വേണം പറയാൻ. അത്രക്ക് പ്രതിഫലമാണ് ആ നമസ്കാരത്തിൻ്റെ. അതിപ്പോൾ ഈ ഒരു 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ എനിക്ക് അത്ര ഫുള്ളൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല. മാക്സിമം ഞാൻ പറ്റുന്നത്ര പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് ഉദ്ദേശിക്കുന്നു. അൽഹംദുലില്ലാഹി വബില്ലാഹി തൗഫീഖ്. അപ്പം നമ്മളെ അള്ളാഹു സ്വർഗത്തിൽ ഏറ്റവും ഉന്നത പദവികളിലേക്ക് എത്തിച്ചേക്കാവുന്ന ഒരു മഹത്തായ നമസ്കാരമാണ്. പിന്നെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കിട്ടുന്ന ഒരു ചാൻസാണ് അല്ലേ. അത് അശ്രദ്ധമായി പോകരുത് സഹോദരിമാരെ. അത് നമസ്കരിക്കണം. അതിൻ്റെ പ്രത്യേകതകൾ കേട്ടാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കും. നിങ്ങൾ ആരും നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രക്ക് മഹത്വങ്ങളുണ്ട്. ഒരു മോമിനെന്ന് മുത്തക്കി എന്ന് വിചാരിക്കുന്ന, നമ്മൾ കാണുമ്പോൾ നമ്മളെ ഈ സൊസൈറ്റിയിലുള്ള, സമൂഹത്തിൽ, നമ്മളെ ബന്ധങ്ങളിലുള്ള പല ആളുകളും ഭയങ്കരമായിട്ട് ചാരിറ്റി ചെയ്യും, നല്ല തക്കുവാണ്, സലഫി മക്കനായിരിക്കും ഇടുക, എവിടെയെങ്കിലും കാണുമ്പോഴത്തേക്കും സലാം ചെല്ലലും കൈമുത്തലും എല്ലാവിധ ഇസ്ലാമിൻ്റെ ബാഹ്യാവിഷ്കരണത്തിൽ എല്ലാവരും ഉണ്ടാവും. പക്ഷെ അവർക്കൊന്നും ചിലപ്പോൾ
തഹജ്ജുദ് നമസ്കരിക്കാൻ പറ്റിയെന്ന് വരില്ല. അവർ പറയുന്ന കാരണം നമ്മൾ ഗുളിക കുടിക്കുന്നതല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ. പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു മാഹിയിലുള്ള ഒരു പെണ്ണുങ്ങളായിട്ട് ഇങ്ങനെ ഏതോ ഒരു കാരണവശാൽ കണ്ടുമുട്ടിയപ്പോൾ വർത്താനം ഇങ്ങനെ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ തഹജ്ജുദൊക്കെ നിസ്കരിക്കലുണ്ടാവില്ലേ, നിങ്ങൾക്ക് കുറേ പെൺകുട്ടികളൊക്കെ. അന്നേരം പറഞ്ഞു, എങ്ങനെ നിസ്കരിക്കാനും മോളെ. ഞാൻ ചോദിച്ചു, അതെന്താ? അത് 5-6 പെൺകുട്ടികളാണ് അവർക്ക്. അപ്പോൾ അവരെ ഹസ്ബൻഡ് പുതിയാപ്പിളമാരൊക്കെ വീട്ടിലുള്ള. അപ്പോൾ ഈ പുതിയാപ്പിളമാരൊക്കെ ഭക്ഷണം കഴിച്ച് കുട്ടികളൊക്കെ കഴിച്ചിട്ട് ഈ ഉമ്മക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കിടന്നിട്ട് എണീക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഈ ഒരു കഴിച്ചാണ് ഒരു എന്താ പറയുക, നമ്മളെ വയറിനെ കൊണ്ടല്ല, ഒരു ചാണോ അങ്ങനെ എന്തോ പറയും, അത്രയും ചെറിയ വയറിലൊരു 2 ചപ്പാത്തി ഒരു 8 മണിക്ക് തിന്ന് നിങ്ങൾക്ക് ഏശയും നിസ്കരിച്ച് കിടന്നൂടെ, നിങ്ങൾ എന്തിനാ അങ്ങനെ? അപ്പം നമ്മളെ ഉമ്മമാരുടെയൊക്കെ പലരുടെയും അവസ്ഥ അതാണ്. വീട്ടിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എല്ലാ സൗകര്യങ്ങളും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കാം തഹജ്ജുദ്, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല അല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നഷ്ടപ്പെടുത്താവുന്ന ഒരു നമസ്കാരമാണോ ഇത് എന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. പിന്നെ ചിലർ ഇതെന്താ വെച്ചാൽ, കുട്ടികൾ പഠിക്കാനും ജോലിക്കും ഡോക്ടറാകാനും മറ്റേ PG എടുക്കാനൊക്കെ പോകുമ്പോൾ അവർ കുട്ടികളെ നോക്കിയിട്ട്, പക്ഷെ കുട്ടികളെ നോക്കണ്ടെന്നൊന്നുമല്ല, ഒരു സാമൂഹിക പരിഗണന വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മക്കളെ നോക്കി മരിക്കുന്നവരെ നോക്കി മരിച്ചാലും നോക്കണം എന്നറിയും പോലെ മരിക്കുമ്പോൾ അവരെ കണ്ണടയില്ല, മക്കൾക്ക് വീടായില്ല അല്ലെങ്കിൽ ചെറിയ മക്കളുണ്ടെന്ന് വിചാരിച്ചിട്ടില്ലേ. ഒരേ ഒരു ജീവി ഭൂലോകത്ത് മനുഷ്യൻ മാത്രമുള്ളത്, മനുഷ്യൻ മാത്രം, വേറൊരു ജീവികൾ അവരെ മക്കളെ കുറിച്ച് ടെൻസ്ഡേ അല്ല. അവർ പ്രസവിക്കും, ഇതൊരു എരുമ ആരോ ഏത് ജീവിയാണെന്ന് എനിക്ക് എക്സാക്റ്റ് അറിയില്ല. പ്രസവിച്ച ഉടനെ കാലുകൊണ്ട് തട്ടി കൊടുക്കുമല്ലോ. തട്ടുക എന്നാൽ അങ്ങനെ നമ്മൾ എറിയൂല, അതുപോലെ അങ്ങനെ തട്ടിയിട്ടാണ് അത്ര ആയ മൃഗം എണീറ്റ് നടക്കുന്നത്. അത്ര പോലും പിന്നെന്താ പറയുക, കരുണ ഇല്ലാന്ന്. പിന്നെ നമ്മളെ മനുഷ്യന്മാരൊക്കെ അതാണെങ്കിൽ കുറച്ച് ഓവറുമാണ് അല്ലേ. അപ്പം ഈ നിസ്കാരത്തിൻ്റെ ഈ ഫളായിലുകളെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, നിസ്കരിക്കണോ വേണ്ടേ, അതല്ല 3 മതിയോ, അതല്ല ഇങ്ങനത്തെ കാരണങ്ങൾ പറഞ്ഞ് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനമാണോ ഇത് എന്നുള്ളത് അല്ലേ. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇബിലിസ് നമ്മളെ തലയിൽ 3 കെട്ടുകളിടും അല്ലേ. ആ കെട്ടുകളൊക്കെ അഴിയലെപ്പോഴാണ്? ഒന്ന് എണീറ്റിരുന്ന് നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ ഒരു കെട്ടഴിയും, 2ാമത്തെ കെട്ട് നമ്മൾ വുളു എടുക്കുമ്പോൾ കഴിയും, 3ാമത്തെ കെട്ട് നിസ്കാരത്തിൽ അഴിയും. അല്ലെങ്കിൽ ഇബിലിസിൻ്റെ കെട്ടിൽ തന്നെ നമ്മളവിടെ ഇങ്ങനെ കിടക്കും അല്ലേ. പിന്നെ പുണ്യകർമ്മങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കർമ്മമാണ് തഹജ്ജുദ് എന്നതിന് യാതൊരു സംശയവുമില്ല. അതിന് കുറേ പേരുകളുണ്ട്. അതിലൊരു പേരാണ് ഖിയാമുൽ ലൈൽ അല്ലേ. നമുക്കറിയാം തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ, തറാവീഹ്, ഫിത്ർ, ഇങ്ങനെ പല കാറ്റഗറി പേരുകളുണ്ട്. ഓരോ പേരിനും അതിൻ്റേതായ ക്വാളിറ്റീസും ഉണ്ട്. അത് പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായുള്ള നോമ്പ് മുഹറത്തിലാണ്. അതുപോലെ ഹൈറുസിയാമി ബാദ റമളാനി മുഹറം അല്ലേ. റമളാൻ കഴിഞ്ഞ ഏറ്റവും വിശേഷപ്പെട്ട നോമ്പ് മുഹറത്തിലെ നോമ്പാണ്. അഫ്ളലു സ്വലാത്തി ബാദ സ്വലാത്തുൽ ഫർലി സ്വലാത്തുൽ ലൈലി ഔ തഹജ്ജുദ്. അതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുൽ ലൈൽ അല്ലെങ്കിൽ തഹജ്ജുദ് എന്ന് പറയുന്നതാണ് അല്ലേ. അതായത് ഇത്രമാത്രം പുണ്യങ്ങൾ ഉണ്ടായിട്ട് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ എമേസ്ഡായി എന്ന് വേണം പറയാൻ. അതിന് മാത്രം ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഇപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിയെങ്കിൽ വലിയ വലിയ ഗ്രേറ്റ് സ്കോളേഴ്സിന്, വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർക്കൊക്കെ എത്രമാത്രം ഇതിനെക്കുറിച്ച് വിവരം ഉണ്ടാവുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് അല്ലേ. അപ്പം ഈ യൂട്യൂബിൽ ഈ ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ ഇത്രയും ഫവായിലുകളെ കുറിച്ച് കണ്ടെത്തി. ഞാൻ പറഞ്ഞല്ലോ, ഇത് 89-ൽ ഞാൻ നിർത്തിയതാണ്. ഇനിയും മേ ബി അന്വേഷിച്ചാൽ ഒരുപാട് കിട്ടുമായിരിക്കും. അത് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് തരാം, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അപ്പം ഈ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടും നമ്മളിത് ചെയ്യാതിരിക്കുന്നത് ഭയങ്കര അബദ്ധമാണ്. ഒരു ചെറിയ സൂറത്തിലെ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ മഹത്വങ്ങൾ. ഇത് ഫർളാണോ എന്ന് തോന്നിപ്പോവും അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് സൂറത്തുൽ മുസമ്മിൽ. യാ അയ്യുഹൽ മുസമ്മിൽ, അത് ഹേ വസ്ത്രം കൊണ്ട് മൂടിയവനെ, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, ഇനി രാത്രിയിൽ അല്പസമയം എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക. അത് അല്പം എന്നറിയുന്നേ.
നിസ്ഫഹു അവിൻ കുസുമിൻഹു കലീല, അല്ലെങ്കിൽ അതിനേക്കാൾ പകുതി, അതിനേക്കാൾ ഏറെ. അപ്പോൾ നിങ്ങൾ എത്ര തന്നെ നിസ്കരിച്ചാലും അള്ളാഹുവിന് വിരോധമില്ല അല്ലേ. ഒരുപാട് നിസ്കരിക്കുന്ന അള്ളാഹുവിന് ഇഷ്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഹജ്ജുദ് നമസ്കാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഈണവും ഭംഗിയും നൃത്തവും ഒന്നും ഇവിടെ വിശദീകരിച്ചാൽ ചിലപ്പോൾ അതിന് തന്നെ ഒരു ഫുൾ ക്ലാസ് വേണ്ടി വരും. അത്രമാത്രം വിശേഷപ്പെട്ട നമസ്കാരമായി നമുക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എത്താൻ എന്തായാലും കഴിയൂല എന്ന് വേണം പറയാൻ. നമ്മളൊക്കെ ആയിട്ട് ജീവിതത്തിൽ ഒരു അൽബക്കറ മുഴുവൻ ഓതിയിട്ട് എന്നെങ്കിലും തഹജ്ജുദ് നമസ്കരിച്ചിരിക്കണം ഇല്ല. നേറി വന്ന ഇമാമിൻ്റെ ഒപ്പം മക്കത്തു നിന്നൊക്കെ ഗതികെട്ടാൽ ഒരു ഒരു ജുസൊക്കെ ഇമാം ഓതും. അത് തന്നെ നമ്മൾ പലപ്പോഴും ഇരുന്നിട്ടായിരിക്കും. അത്രയും നമുക്ക് പറ്റൂ അല്ലേ. അതാണ് നമ്മൾ. പിന്നെ ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തെർത്തീല, അല്ലെങ്കിൽ നിങ്ങൾ ഖുർആൻ സാവകാശം പാരായണം ചെയ്ത് ഇങ്ങനെ നിസ്കരിച്ചൊള്ളുക. ഇന്ന സലുൽഖി അലൈക കൗലൻ സഖീല, നിൻ്റെ മേൽ ഒരു കനപ്പെട്ട വാക്ക് ഞാൻ ഇട്ട് തരുന്നതാണ് അല്ലേ. അത് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു എന്തോ മഹത്തായ സൗഭാഗ്യം നമുക്ക് തരുമെന്നാണ് പറയുന്നത്. ഇന്ന നാശിയത്തല്ലൈലി ഹിയ അഷദ് വ അത്വ വ അഖ്വമു ഖീല, അതായത് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കൽ എന്ന് പറഞ്ഞാൽ നിനക്ക് ശക്തമായ ഒരു ഹൃദയ സാന്നിധ്യം നൽകുന്നതും നാക്കിനെ കൂടുതൽ നേരെ നിർത്തുന്നു. അതായത് നമുക്കറിയാം പകൽ എത്ര ഫ്രീ ആണെന്ന് വിചാരിച്ചാലും വീട്ടിൽ ഒറ്റക്കായാലും കുറേ ഫോൺ കോളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും വെള്ളമടിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണികൾ നമ്മൾ കണ്ടുവെക്കൂലേ, അടുക്കള ക്ലീൻ ചെയ്യാനോ മുറ്റത്തുനിന്ന് തിരുമ്പിയതെടുക്കാനോ എന്തെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നാശിയത്തല്ലേലി, അതായത് ഹൃദയ സാന്നിധ്യമുള്ള ഒരു സമയം എന്നറിയുന്നത് അത് രാത്രി മാത്രമാണ്. ആരുമില്ലാത്തൊരു സമയം അല്ലേ. ഇന്നലൊക്കെ പിന്നെ ഹാറി സബഹൻ തൊവീല, അതും അല്ല തന്നെ പറയുക. നമ്മളൊന്നും പറയല്ല കേട്ടോ, നമ്മൾ പറയല്ല, നമുക്ക് കുറേ പണിയുണ്ട് നല്ല പറയുക. ഇന്നലൊക്കെ നിനക്കുണ്ട് പിന്നെ ഹാരി പകലിൽ സബഹൻ തൊവീല, ദീർഘമായ ജോലി തിരക്ക് അല്ലേ. അത് അള്ളാഹ്ക്ക് തന്നെ അറിയാം. അല്ല നമ്മളോട് ഇങ്ങോട്ട് പറയാം. പിന്നെ വദ്കുറിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല, നീ നിന്റെ രക്ഷിതാവിനെ സ്മരിക്കുകയും അവങ്കലേക്ക് മാത്രമായി മടങ്ങുകയും ചെയ്യുക അല്ലേ. ആ ഒരു സമയത്തിൻ്റെ ഒരു പ്രത്യേകത, അത് നമ്മൾ മാത്രമല്ല ഈ സമയത്തിന് ഇത്തരം വാല്യബിളായിട്ട് കാണുന്നത്. പക്ഷേ അത് ഇസ്ലാമാണെന്ന് കൊണ്ടുവന്നത് പറ്റും. പക്ഷേ ഇപ്പോൾ ശാസ്ത്രലോകം മുഴുവനും ആ സമയത്തിനെ കുറിച്ച് ശാസ്ത്രലോകം മുഴുവനും ആ സമയത്തിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് എക്സ്പെരിമെൻ്റൽ അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അവർ പറയുന്നത് എന്താ വെച്ചാൽ ആ സമയത്ത് എണീറ്റിട്ട് നിങ്ങൾ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ. ആറ്റിറ്റ്യൂഡ് മീൻസ് നമ്മളത് എന്താ നന്ദി, എന്താ പറയുക, അള്ളാഹുവിന് നന്ദി പറഞ്ഞാൽ അള്ളാഹു ലൈൻ ഷക്കർത്തും അസീദന്നക്കും, അതാണ് സംഭവം അല്ലേ. അവരിപ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഖുർആനിത് ഏതോ കാലം പറയുന്നുണ്ട്, അതിൻ്റെ മുമ്പേ വേദഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ രാത്രി എഴുന്നേറ്റപാട് ഒരുപാട് നന്ദി പറയാൻ അല്ലേ. ബയോളജിക്കൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് തഹജ്ജുദ് നമസ്കാരത്തിൽ. ആ സുജൂദും ആ റുക്കൂവും ആ കൈകാല് വെക്കലും, അതായത് നമ്മളെ ടോയ്ലറ്റിൽ പോകാനുള്ള സുഗമമായ പ്രവർത്തനത്തിനും ബ്രെയിനിലേക്ക് ബ്ലഡ് പമ്പിങ് നടക്കാനും എല്ലാം എന്തെല്ലോ ഒരു ബയോളജിക്കൽ ഇമ്പാക്റ്റ്. അതായത് ശാസ്ത്രീയമായിട്ട് പോലും തഹജ്ജുദ് നമസ്കാരത്തെ മുസ്ലിം വലിയ പണ്ഡിതന്മാർ വരെ ഇതിനെക്കുറിച്ചിട്ട് എപ്പോഴും നല്ല അഭിപ്രായത്തോടുള്ള നോബിനെ പോലെ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത്രയും ഒരു ഹെൽത്തി ഇമ്പാക്റ്റ് ഉള്ള ഒരു സംഗതി ആയിട്ട് പോലും നമുക്കൊന്നും ഇതിൽ വലിയൊരു കാര്യമില്ല. നമ്മളിത് പണ്ടേ പഠിച്ച ആരൊക്കെ ചെയ്യുന്ന, കുറേ വയസ്സന്മാർ ചെയ്യുന്ന എന്നുള്ള ഒരു നിസാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കെല്ലാം അല്ലേ. റബ്ബുൽ മശ്രിഖ് ബൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വക്കീല, അതായത് അതിൻ്റെ ഇടയിൽ കൂടെ അള്ളാഹിനെ തന്നെ പുകഴ്ത്തുക അല്ലേ. നിങ്ങൾ അതായത് ഉദയാസ്തമനങ്ങളുടെ രക്ഷിതാവായ ആകാശഭൂമികൾ സൃഷ്ടിച്ച അള്ളാഹുവിനെ അല്ലാണ്ട് നിങ്ങൾക്ക് വേറൊരു ദൈവമൊന്നും ഇല്ല കേട്ടോ വരാൻ. അതായത് ആ സമയത്ത് എണീച്ച് വേറെ ആരെയും ആരാധിക്കാനില്ലേ, അള്ളാഹിനെ തന്നെ അല്ലാണ്ട്. വസ്ബിർ അലാമ യഖൂലൂന വഹജുറുഹും ഹജ്റൻ ജമീല, അതായത് അവിശ്വാസികൾ നിങ്ങളെ കൊണ്ട് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കുകയും ഭംഗിയായിട്ട് വിധത്തിൽ ഒഴിഞ്ഞു നിൽക്കുക. ഹജ്റൻ ജമീല,
അതായത് ആരൊക്കെ എന്തൊക്കെയോ പറയുന്നില്ലേ നിസ്കാരത്തിനെ കുറിച്ചിട്ടും ദീനിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചൊക്കെ പല പൊല്ലാപ്പുകളും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഇസ്ലാം എന്ന മതം കയറി വരുന്നത്. ആ സമയത്തുള്ള അവിശ്വാസികളെ കുറിച്ചിട്ട് പറയാം, വസ്ബിർ, നീ ക്ഷമിക്കുക, അലാമായ കൂലൂന, അവരെന്തൊക്കെയോ പറഞ്ഞോട്ടെ, വഹജുറുഹും ഹെജറൻ ജമീല, അതായത് സുന്ദരമായിട്ട് ഭംഗിയായിട്ട് നീ ക്ഷമിച്ചു കൊടുക്കുക, ക്ഷമിച്ചിട്ട് നിസ്കരിക്കാൻ അല്ലേ. അപ്പോൾ അത്രയ്ക്ക് മനോഹരമായ എന്താ പറയുക, ഇതൊക്കെ വായിച്ച് കേട്ടാൽ തോന്നും ഈ നിസ്കാരം ഫർളാണോ അല്ലേ. ഈ നിസ്കാരം ഫർള് എന്നറിയുന്ന മനുഷ്യന്മാരൊക്കെ ചെയ്യും എന്നുള്ളതൊക്കെ അറിയാം. കാരണം അത് ചെയ്തേ പറ്റൂ, ചെയ്തിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല, വേഗം ഡയറക്റ്റ് നരകത്തിലേക്ക് പോവാം. അപ്പം ഇനി തക്കുവ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞോണം, ഫർള് എല്ലാവരും ചെയ്യും. അപ്പം അതുകൊണ്ടായിരിക്കാം നീ തഹജ്ജുദിന് ഇത്രയും മഹത്വവൽക്കരിച്ചിട്ട് പറഞ്ഞത്. എന്നാൽ തന്നെങ്കിലും എൻ്റെ ഉമ്മത്ത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമുക്കറിയാം ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫർളാണ്, നമുക്ക് സുന്നത്താണ്. ബട്ട് വേറെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ഫർളാണെങ്കിൽ പോലും നമ്മുടെ ഫർള് നമസ്കാരങ്ങൾ, അതായത് ലൊഹർ, അസർ, മഗ്രിബ് ഏഷ, അങ്ങനെ കണ്ട നിസ്കാരങ്ങളൊക്കെ നമ്മൾ യാത്രയിലാണെങ്കിലോ എവിടെയെങ്കിലും യാത്ര ചെയ്ത് എത്തിക്കഴിഞ്ഞാലോ അവിടെ പോയാൽ ഈ 4 നിസ്കാരങ്ങളൊക്കെ നമുക്ക് രണ്ടാക്കാം അല്ലേ. ജമ്മാക്കിയിട്ട് രണ്ടാക്കിയിട്ട് കസറാക്കിയിട്ട് രണ്ടാക്കിയിട്ട് നമസ്കരിക്കുക. അതും അതിൻ്റെ പിന്നിലും മുമ്പിലുള്ള ബദയും കബലയുള്ള സുന്നത്തുകളൊക്കെ ഇപ്പോൾ ലൊഹറിന് കബല ലൊഹരി അർബ, ബഹദ ലൊഹരി അർബ അല്ലേ, 4 മുമ്പിലും 4, അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മളൊരു യാത്രക്കാരനാണെങ്കിൽ നമസ്കരിക്കുന്നത്. പക്ഷേ തഹജ്ജുദ് നമസ്കാരമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ പോലെ തന്നെ നമ്മോട് പറഞ്ഞിട്ടുള്ള യാത്രയിൽ പോലും ഉപേക്ഷിക്കരുത് എന്നാണ് അല്ലേ. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വരെ ഒക്കെ ചിലപ്പോൾ ട്രെയിനിൽ പോകുമ്പോഴാണ് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ട്രെയിനിൽ പിന്നെ ഭർത്തായിരിക്കുമല്ലോ, അപ്പോൾ ഭർത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ എണീറ്റിരുന്ന് നിസ്കരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അത് വല്ലാത്തൊരു വിഷമമായിട്ട് തോന്നും. ബാക്കിയല്ലാത്ത നമുക്ക് ഏത് അവസരത്തിലും അല്ലേ, നമുക്ക് അവിടെ വിരുന്ന് പോയപ്പോൾ നിസ്കരിക്കുന്നതിന് മുടക്കുണ്ടോ. ഇനി അഥവാ ക്ഷീണമാണ്, ഇനിയിപ്പം എണീക്കാൻ പറ്റില്ല, നമ്മൾ കുറേ ട്രാവൽ ചെയ്തല്ലേ, കുറേ എന്തെങ്കിലും പകലൊക്കെ ഭയങ്കര അധ്വാനമുള്ള ദിവസം എങ്കിൽ നമുക്ക് രാത്രി ഏഷാൻ്റെ കൂടെ നമസ്കരിച്ചിട്ട് കിടക്കാം അല്ലേ, വിത്ർ വരെ നമസ്കരിച്ചിട്ട് കിടക്കാം. അങ്ങനെ എല്ലാ രീതിയിലും ഫ്ലെക്സിബിളാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്കൊന്നും ഇതിൽ യാതൊരു താല്പര്യമില്ല എന്ന് വേണം പറയാൻ അല്ലേ. അപ്പോൾ ഈ ഫർള് നമസ്കാരം ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ചുരുക്കിയിട്ടും 4 രണ്ടാക്കിയിട്ടും 2 3 ജോയിൻ ആക്കിയിട്ടും അതിൻ്റെ റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു വീട് വാഗ്ദാനം ചെയ്യുന്ന നമസ്കാരമാണ് റവാത്തിബ്. അതുപോലും നമ്മളോട് അള്ളാഹു അലൗ ചെയ്തിട്ട് ഉപേക്ഷിച്ചോളാൻ പറയുമ്പം പറയുന്നത് എന്താ, തഹജ്ജുദ് നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നമ്മളോടുള്ള കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഫർളായിരുന്നു, പക്ഷേ നമുക്ക് സുന്നത്താണെന്ന് മാത്രം. പിന്നെ നിങ്ങൾ തഹജ്ജുദ് പതിവാക്കുക, അത് കാരണം നിങ്ങൾക്ക് മുമ്പുള്ള സജ്ജനങ്ങളുടെ നടപടിയാണത്. അതോടൊപ്പം രക്ഷിതാവായ അള്ളാഹുവിലെങ്കിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും ദോഷങ്ങൾ പൊറുക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ശരീരത്തിലെ രോഗങ്ങൾ അത് അകറ്റുന്നതിനും ഇതൊരു കാരണമായേക്കാം അല്ലേ. തൊബറാനി അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പം അള്ളാഹുവിനെ രാത്രി കിടക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് കിടക്കുക. അള്ളാഹുവെ നീ എന്നെ സമയത്തിന് ഉണർത്തണേ എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലാകട്ടെ അലാമാട്ടെ എല്ലാം തന്നെ മനുഷ്യ നിർമ്മിതമാണല്ലേ. അതിനൊക്കെ അതിൻ്റേതായ പോരായ്മകളുണ്ട്. ചിലപ്പോൾ ചാർജ് തീർന്നിട്ടുണ്ടാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ സൈലൻ്റ് ആയി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓഫായി പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒന്നാണെങ്കിലും നമ്മളെ മൊബൈൽ നമ്മളെ വിളിച്ചുണർത്തിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ അള്ളാഹുവിനെ രാത്രി കിടക്കുമ്പം തന്നെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് കിടക്കും പോലെ തഹജ്ജുദിന് നിന്നെ കൃത്യസമയത്തിൽ നീ എഴുന്നേൽപ്പിക്കണേന്നും കൂടെ പറഞ്ഞിട്ട് കിടക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് തഹജ്ജുദിനെ കുറിച്ചുള്ള മഹത്വങ്ങൾ. പക്ഷേ ഇനിയിപ്പോൾ അത് ചെയ്താലും നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ, അതായത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ അല്ലേ. അതായത് വിശ്വാസികൾ അവരുടെ കിടപ്പറകൾ, അവരുടെ വശങ്ങൾ കിടപ്പറകൾ വിട്ട് അകലുന്നതായിരിക്കുന്നു. അത് യഥാർത്ഥ സത്യവിശ്വാസി. അപ്പം നമുക്കറിയാം രാത്രി ഒരു 2 മണി 3 മണി സമയത്തൊക്കെ ഒരു മൂത്രമൊഴിക്കൽ, മഴക്കാലത്ത് പ്രത്യേകിച്ച്, അന്നേരം മൂത്രമൊഴിക്കാൻ എണീറ്റാൽ
പിന്നെ പുതപ്പിട്ട് ഭയങ്കര ഒരു ഗാഢൻ ഇത്രയാണ്. കൂടെ ഭർത്താവോ എ സി റൂമോ ഫാനോ ഒക്കെ ഉണ്ടെങ്കിൽ വിശേഷം പറയുകയും വേണ്ട. പക്ഷെ അവിടുന്ന് നമ്മുടെ ബോഡീനെ, നമ്മളെ ശരീരത്തിന് ആ സുഖനിദ്രയിൽ ആ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് നല്ലൊരു മനസാന്നിധ്യം വേണം അല്ലേ? നല്ലൊരു മനസാന്നിധ്യം വേണം. അവിടെ ഇബിലീസിൻ്റെ ഇടപെടലാണെങ്കിൽ ശക്തമായിട്ടുണ്ടാവും. കിടന്നോ, ലേശം കൂടി കിടന്നോ, ഞാൻ വിളിക്കുക 4:45 വാങ്ങി കൊടുക്കണേ, 4 മണിയാകുമ്പോൾ ഞാൻ വിളിക്കുക. 3 മണിക്കൊക്കെ അലാറം വെച്ചാണ് പറയുന്നത്. ഇന്ന് പകൽ എത്ര, അപ്പം പകൽ ചെയ്ത പണിയൊക്കെ ഇബിലീസ് ഓർമ്മാക്കി തരും അല്ലേ? എന്തൊക്കെ പണിയുണ്ടായിരുന്നു, ടൗണിൽ പോയി, ഇന്ന് വീട്ടിൽ സൽക്കാരം കഴിഞ്ഞ് കുറേ പാത്രം കഴിച്ച് അതൊക്കെ കഴിഞ്ഞതല്ലേ, കിടന്നോ കിടന്നോന്നും പറഞ്ഞിട്ടില്ലേ നമ്മളിങ്ങനെ മയത്തിൽ പറഞ്ഞ് കിടത്താൻ വളരെ സ്നേഹത്തിൽ വന്ന് കൂടും. പക്ഷെ അതൊന്നും കേൾക്കാണ്ട് എനിക്ക് എണീക്കണം, എനിക്ക് എൻ്റെ റബ്ബുമായിട്ട് സംസാരിക്കണം, എനിക്ക് പാപമോചനം തേടണം എന്നും പറഞ്ഞ് നമ്മുടെ ശരീരത്തെ പറിച്ചെടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ആ കൊണ്ടുവരണമെങ്കിൽ അതിന് നല്ലൊരു ഹൃദയ സാന്നിധ്യം, നല്ലൊരു തഖ്വ, നല്ലൊരു യഖീന് വേണം. അതല്ലാണ്ട് നമുക്കതിന് പറ്റൂല. അത്രയ്ക്ക് മഹത്തായൊരു നമസ്കാരമാണത്. ഇനി ആരും തന്നെ നമുക്ക് പ്രായമായില്ല, നമ്മൾ ചെറുതാണ്, നമുക്ക് അതിനത്ര വയസ്സൊന്നും ആയിട്ടില്ല എന്ന് വിചാരിച്ച ഒരാളും തന്നെ നിസ്കരിക്കാണ്ടിരിക്കണ്ട. ഈ അടുത്ത ദിവസം ഈ പെരുന്നാളിനോട് അനുബന്ധിച്ചിട്ട് നമ്മളടുത്ത പ്രദേശത്ത് നല്ലൊരു യുവാവ്, 40-40 വയസ്സായിട്ട് സുമുഖനും സുന്ദരനുമായ ഒരു യുവാവ്, അദ്ദേഹം ഭാര്യനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൻ്റെ അടിയിലെ ട്രേ അങ്ങോട്ട് വലിച്ചതാ. അപ്പം വീണ്, ഭാര്യ അവിടെ ഇല്ലേ എന്തോ അറിയില്ല, അള്ളാഹു ആലം, ഇല്ലാണ്ട് അവനൊറ്റക്ക് ചെയ്യും എന്തോ. അപ്പം തന്നെ അവിടുന്ന് ഷോക്കടിച്ചോ മരിച്ചെന്നാണ് പറയുന്നത്. അത് ഈ ഹജ്ജ് മാസത്തിൽ. അപ്പോൾ പ്രായം വേണോ മരിക്കാൻ? അതൊന്നും വേണ്ട, എപ്പോഴും അള്ളാഹു വിളിക്കാൻ ചപ്പം നീണ്ട് നിവർന്ന് കിടന്നു കൊടുക്കണം അല്ലേ? അപ്പോൾ അത് വിചാരിച്ച് നമുക്ക് ഇതിനത്ര വയസ്സൊന്നും ആയിട്ടില്ലല്ലോ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം, അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ തുടങ്ങിക്കോളുക അല്ലേ? ഇത്രയും മഹത്തായ ഇതിൻ്റെ വിശേഷങ്ങൾ കേട്ടാൽ ശരിക്കും ആക്ച്വലി നമുക്ക് നിസ്കരിക്കാതിരിക്കാൻ തോന്നിയേയില്ല. പിന്നെ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് പിന്നെ അപ്പം പുണ്യകർമ്മങ്ങളുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നമസ്കാരം തഹജ്ജുദ് നമസ്കാരം. റമളാൻ കഴിഞ്ഞാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം തഹജ്ജുദ് നമസ്കാരമാണ് അല്ലേ? അത് നമ്മളെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തുന്നു. ആ നമസ്കാരം നമ്മളെ ഒരു സത്യവിശ്വാസി, ഇതുവരെ നമ്മൾ മുസ്ലിം ആയിട്ടേ ഉള്ളൂ അല്ലേ? മുസ്ലിം എന്ന് പറഞ്ഞാൽ നാമമാത്രം. ഇത് ഫാത്തിമ, അലി, അബ്ദു, മൂസ എന്നൊക്കെ പേരിട്ട നമ്മൾ മുസ്ലിം ആയില്ലേ? പക്ഷെ സത്യവിശ്വാസി ആവണമെങ്കിൽ അതിന് ഒരുപാട് കാറ്റഗറി വേറെ ഉണ്ട് അല്ലേ? ഒരുപാട് ദർജകൾ കയറണം, ഒരുപാട് നമ്മൾ മാറണം, ഒരുപാട് അമലുകൾ ചെയ്യണം. പക്ഷെ ഇവിടെ പറയുന്നത് ഈ നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുന്നു, മൂന്നാമത്തെ. പിന്നെ ദോഷങ്ങൾ പൊറുക്കുന്നു അള്ളാഹു, നമ്മുടെ പാപങ്ങൾ. അതായത് ഒരു സത്യവിശ്വാസി പിന്നെ തഹജ്ജുദ് നിസ്കരിച്ച് ഒരുപാട് കരയും പറയുകയൊക്കെ ചെയ്യും. എന്തായാലും തഹജ്ജുദിൽ നമുക്ക് കരയാനുണ്ടാവില്ല, ആരും ഇല്ലല്ലോ നമ്മൾ കരച്ചിൽ സങ്കടമൊന്നും കേൾക്കാൻ. റബ്ബക്കും തളർവം വഹുഫിയല്ലേ, അതായത് ഭയഭക്തിയോടുകൂടി താഴ്മയോടുകൂടി നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുവിന്. ആ സമയത്ത് അങ്ങനെ പറഞ്ഞ് കരയാം. അപ്പോൾ അള്ളാഹു അത് സ്വീകരിച്ചു എന്ന് വിചാരിക്കുക. പിന്നെ അള്ളാഹുവിന് കുറ്റകൃത്യങ്ങൾ തടയുന്ന, അതായത് രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്നവന് പകല് കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ പറ്റില്ല. പകൽ കുറ്റകൃത്യങ്ങൾ ചെയ്തു നടക്കുന്ന ഒരു തെമ്മാടിക്ക് രാത്രി നമസ്കരിക്കാനും പറ്റില്ല. മനസ്സിലായില്ലേ? അതൊരു ഫ്രേസാണ്. അതായത് പകൽ എന്തെല്ലാം തോന്നിയാസങ്ങളൊക്കെ കളിച്ച് നടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് രാത്രി തഹജ്ജുദ് പറ്റൂല, അവർ ഉറങ്ങിപ്പോവും. അല്ല, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് പകലോ ഒന്നും ചെയ്യാനും പറ്റൂല. അതായത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു, ദോഷങ്ങൾ പൊറുക്കുന്നു, ശാരീരിക രോഗങ്ങൾ, നമുക്ക് ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടല്ലേ, അതൊക്കെ. അപ്പം നിങ്ങൾ ചോദിക്കും തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് രോഗങ്ങളില്ലേ? പക്ഷെ അവരുടെ രോഗങ്ങൾ മറ്റേ എന്താ പറയുക, നമുക്ക് അഫോർഡബിൾ ആയിരിക്കും അല്ലേ? ബുദ്ധിമുട്ടും പ്രയാസം ഒന്നുള്ള ചെറുത്, അത് നമ്മുടെ പരീക്ഷണച്ചില്ലിനെ ബുലുവക്കും അയ്യക്കും ഹസനും അമല എന്ന് പറഞ്ഞ പോലെ നമുക്ക് പ്രതിഫലം തരുവാൻ വേണ്ടിയിട്ട് ചില അസുഖങ്ങൾ അള്ളാഹു തരുന്നതെന്ന് മാത്രം. പക്ഷെ കാര്യമായ അസുഖങ്ങൾ, അതൊരിക്കലും ഒരു പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, പിന്നെ ട്രിവാൻഡ്രത്ത് ക്യാൻസർ ഹോസ്പിറ്റലിൻ്റെ പേരെന്താണ്, ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒറ്റ നിസ്കാരത്തായ്പുള്ള ഒരൊറ്റ മനുഷ്യനെ അതിൻ്റെ അകത്ത് കാണൂല. ഹോസ്പിറ്റലിൻ്റെ പേര് ശ്രീ ചിത്തിര.
ശ്രീ ചിത്തിരയിൽ. അപ്പോൾ ആ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഒരു പവറാണല്ലോ അത് അല്ലേ. ആ ഒരുപാട് നിസ്കരിക്കുന്നവരെ ക്യാൻസറിൽ നിന്ന് പോലും രക്ഷപ്പെടുത്തും എന്നാണ് പറയുന്നത്. പിന്നെ അത് സജ്ജനങ്ങളുടെ മാർഗ്ഗമാണ്. അത് ആ നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ സജ്ജനങ്ങളെ കൂട്ടത്തിലായി. പിന്നെ അവർ പരലോകത്ത് നന്മയിൽ ധനാഢ്യനായിരിക്കും അല്ലേ. പരലോകത്തെ പൈസക്കാരൻ എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര പൈസക്കാരനായിരിക്കുമല്ലോ അല്ലേ. ഇപ്പോൾ ഇവിടെ ഓടിയും ബെൻസും കാറുള്ളവനും ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവനും പരലോകത്ത് ചെന്നാൽ ഓൻ്റെ വിചാരണ ഓൻ്റെ കണക്കൂട്ടലൊക്കെ കഴിഞ്ഞ് അവിടെ എത്തണമെങ്കിൽ ഒരു ഒരു ടാസ്ക്കാണെന്ന് പറയണം അല്ലേ. അതായത് ഒരു പാവപ്പെട്ട മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴലിൽ കൂടി കടക്കുന്ന അത്ര പ്രയാസമാണ് ഒരു പണക്കാരന് അല്ലേ. ഒരു കോടീശ്വരന് സ്വർഗത്ത് കടക്കണമെങ്കിൽ ഇവൻ കടന്നു കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ ഭിക്ഷയാചിക്കാൻ വരുന്ന നമ്മളെ കണ്ടാൽ പാവങ്ങളെന്ന് തോന്നുന്ന 100 റുപ്യൻ്റെ നോട്ട് ഇട്ട് കൊടുക്കുന്ന നമ്മളോട് പലതും ചോദിച്ചു വരുമ്പോൾ നമ്മൾ മുഖം കനപ്പിച്ച് സംസാരിക്കുന്ന അവൻ കടന്ന് 500 വർഷം നരകത്ത് കടന്നിട്ടായിരിക്കും നമ്മൾ കടക്കുക. അല്ലെങ്കിൽ 500 വർഷം കാത്തു നിന്നിട്ടായിരിക്കും നമ്മൾ കടക്കുക എന്നാണ് പറയുന്നത്. അപ്പം പരലോകത്തെ കോടീശ്വരനായിരിക്കും ആര്? തഹജ്ജുദ് നമസ്കരിക്കുന്നവൻ. പിന്നെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു അല്ലേ. പിന്നെ ഈ തഹജ്ജുദ് നമസ്കരിക്കാണ്ട് ആരെങ്കിലും കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിച്ചോളൂ. അപ്പം എന്താ സംഭവിക്കാന്നറിയാം. ദാക്ക ഷെയ്ത്താന് ഫി ഉദിനൈനി, 2 ചെവിയിലും മൂത്രം ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് ആ മൂത്രത്തിൻ്റെ ഒരു കുളിർമ നിങ്ങളൊന്ന് ആലോചിക്കും. നമ്മളെ മൂത്രം അല്ലെങ്കിൽ നമ്മളെ ഈ ചെറിയൊരു പൈതലും ഒരു വയസ്സായ ഒരു കുട്ടീൻ്റെ മൂത്രം നമ്മളെ മേത്തോ ശരീരത്തിൽ എവിടെയെങ്കിലും ആയാൽ അത് കയ്യിലായാൽ വരെ നമ്മൾ കഴുകാണ്ടിരിക്കൂലല്ലോ അല്ലേ. അത് കഴുകും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പിന്നെ നമ്മൾ മൂത്രം ഒഴിച്ചത് തന്നെ നമ്മൾ എവിടെയെങ്കിലും ആയാൽ അതുമായിട്ട് നടക്കൂല. നേരായ അണ്ടർവെയർ കഴുകി മേലത്തെ കഴുകി അഥവാ അബദ്ധത്തിൽ തുമ്മും പറ്റ പോയാൽ ആ സ്ഥിതിക്ക് ഇബിലീസിനെ ചെവിയിൽ മൂത്രമൊഴിപ്പിക്കുക എത്രയേ വൃത്തികേടാ. നാലിച്ചൊക്കെ നിങ്ങൾ ഇബിലീസ് ചവിട്ടിൽ 2 എണ്ണത്തിൽ മൂത്രം ഒഴിച്ചു തന്നിട്ടാണ് ഇത് പാടിത്തരും. നിങ്ങൾ കടന്നു സാരമില്ല 5:45 4:45 4 മണിയാകുമ്പോൾ ഞാൻ വിളിക്കും, നീ കിടന്ന് എന്തോ ഒരു സ്നേഹത്തിൽ നമ്മൾ ഉമ്മക്കും കൂടെ ഉണ്ടാവില്ല അന്നേരം. അത്ര സ്നേഹമില്ല അങ്ങനെ പറഞ്ഞുതരും. അപ്പം നമ്മൾ ചോദിക്കുക, ഞാൻ ഇബ്ലീസിലേക്കാണോ ഓടുന്നത് അള്ളാഹുവിലേക്കാണോ അല്ലേ ഓടുന്നത്? ഫസ്തബിഖൂ ഇലാ ഹൈറാത്തിലെ, നിങ്ങൾ നന്മയിലേക്ക് ധൃതിപ്പെട്ടു ഓടുവിന്നാണ് പറയുന്നത് അല്ലേ. വരുവിൻ. അപ്പോൾ നമ്മൾ നന്മയിലേക്ക് വരണമെങ്കിൽ ഈ ഒരു പിടുത്തത്ത് നമ്മൾ കഴിച്ചലാവണം അല്ലേ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ള ടിപ്സ് എന്നും പറഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് എടുത്ത് തന്നിന്. അത് ഞാൻ അയച്ചു തരുന്നുണ്ട്. അത് കട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ആർക്കെങ്കിലും പ്രയാസമുണ്ട്, രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണ്, മടിയാണ് എന്നുള്ളവർക്ക് ഈ ടിപ്സ് ഉപയോഗിച്ചിട്ട് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഈ സ്ലീപ്പ് ഏർലി എവൈക്ക് ഏർലി അല്ലേ. നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, അതായിരിക്കട്ടെ നമ്മുടെ സിദ്ധാന്തം അല്ലേ. നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ നോൺ മുസ്ലിം സ്ത്രീ, അതായത് ഹിന്ദു സ്ത്രീകളൊക്കെ ഏതോ പുലർച്ചൊക്കെ എഴുന്നേറ്റ് കുളിച്ച് ആ മുടിയിൽ തുളസി കതിരും വെച്ച് അവർ മുറ്റടിച്ച് വാരി അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ. അന്നൊക്കെ നമ്മളെ ആൾക്കാർ സുഖമായിട്ട് കിടന്നുറങ്ങുകയായിരുന്നു. പക്ഷെ ഇപ്പം തല തിരിഞ്ഞിട്ട് ഇപ്പം നമ്മളെ ആൾക്കാരാണ് കൂടുതലും തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേൽക്കുന്നത്. അവർ ഉറക്കവും തുടങ്ങി അക്കോലത്തിലായിപ്പോൾ അല്ലേ. അങ്ങനെ അപ്പോൾ നമ്മളെന്താക്കണം, ആ പുലർച്ചെ സമയത്ത് കുളിക്കുകയും കൂടെ ചെയ്താൽ ഭയങ്കര ഫ്രഷാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ ഹസ്ബൻഡും ബുദ്ധിമുട്ടും പ്രായമായത് പല ഇതാണ്. പക്ഷെ രാവിലെ കുളിച്ചിട്ടല്ലാണ്ട് തഹജ്ജുദ് നിസ്കരിക്കില്ല. അത് സ്പ്രേ ഒക്കെ അടിച്ച് നല്ല മാക്സിയൊക്കെ ഇട്ട് ഭയങ്കര ശരിയാണ് അള്ളാഹുവിനെ മീറ്റപ്പ് ചെയ്യാൻ പോണ ഒരിതാണ്. അപ്പം നമ്മളും അതിലേക്കൊന്ന് എത്തിപ്പെടണമല്ലേ. ഞാനൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല അല്ലേ. നല്ല കുളിച്ച് ഫ്രഷായി സ്പ്രേ അടിച്ച് പല്ലേച്ച്. ചിലർ ചോദിക്കും രാത്രി പല്ലേച്ചിടുന്ന തഹജ്ജുദിന് പല്ലേക്കണം. തഹജ്ജുദിനൊക്കെ പല്ലേക്കണം, കാരണം മലക്കുകൾ നമ്മുടെ വായിൽ വന്നിട്ടാണ് ഖുർആൻ ഒപ്പിക്കൊണ്ടാകുന്നത്. അപ്പം നമ്മൾ നല്ല മണമുള്ള പേസ്റ്റ് ഉപയോഗിച്ച് തേക്കണ്ടേ. അങ്ങനെ അപ്പം നേരത്തെ കിടന്നു കഴിഞ്ഞാൽ ആർക്കും സുഗമമായിട്ട് നേരത്തെ എണീക്കുക. അതൊരു എക്സ്ക്യൂസേ അല്ല നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതെനിക്ക് നിങ്ങൾക്ക് ആ ക്ലാസ് കേട്ടാൽ മനസ്സിലാവും. പിന്നെ 13ാമത്തെ പറയുന്നത് എന്താ വെച്ചാൽ ഹാർട്ട്, അതായത് ഹൃദയത്തിന് കുളിർമ ഉണ്ടാവും. അവരെ ഹൃദയത്തിന് ഒരു വിഷമവും കാര്യമൊന്നും അങ്ങോട്ട് ഏശൂല. ഒരു കുളിർമ, ഒരു തണുപ്പ്. അതായത് നമ്മൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിലാക്കുക. നിങ്ങൾ പച്ച പിടിച്ച വയലിലേക്ക് നോക്കണ്ട. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിലൊക്കെ ആ വയലിലേക്ക് നോക്കും, മനസ്സിനൊരു നല്ലൊരു പച്ചിപ്പ്, ഒരു സമാധാനമാണ്, ഒരു സന്തോഷമാണ്, ഒരു കുളിർമയാണ്, ഒരു തണുപ്പാണ്, ഒരു എന്താ പറയുക, ഒരു നന്മയുടെ സമൃദ്ധിയുടെ ഒരു ലക്ഷണമാണ്, ഒരു കളറാണല്ലേ പച്ച എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഹൃദയത്തിന് നമ്മളൊരു പച്ച പിടിച്ച പോലെ നിൽക്കും.
പിന്നെ നിങ്ങൾ തഹജ്ജുദ് നമസ്കാരം പതിവാക്കുക. നിങ്ങൾക്ക് മുമ്പുള്ള സജ്ജനങ്ങളുടെ നടപടിയാണിത്. അതോടൊപ്പം രക്ഷിതാവായ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതും. അത് പിന്നെ നിങ്ങൾക്ക് മുമ്പുള്ള സച്ചരിതരുടെ നടപടിയാണ് അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത് പതിവാക്കുവാൻ. നിങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള രോഗങ്ങളെ അള്ളാഹു ആട്ടിയകറ്റുന്നതാണ്. പിന്നെ സുഗന്ധമുള്ള വായിൽ നിന്ന് മലക്കുകൾ ചുണ്ടോട് ചുണ്ട് വായി വെച്ച് നമ്മളെ ഖുർആൻ വചനങ്ങൾ ഒപ്പിക്കൊണ്ടു പോകുന്ന പറയുന്നത്. അതൊക്കെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഭാവനയെ കണ്ടു നോക്കി. മലക്കുകളെ നമുക്ക് കാണാൻ പറ്റൂല, പക്ഷെ നമുക്ക് ഇമാജിനേഷനിൽ കാണാം, ഇമാജിനറി കാണാമല്ലോ. അപ്പോൾ അങ്ങനെ മലക്കുകൾ വരുന്നു, നമ്മൾ അതും പാരായണം ചെയ്യുന്ന വല്ലാത്ത ഒച്ചത്തിൽ 10 പേര് അപ്പുറം കേൾക്കാൻ വേണ്ടിയിട്ടൊന്നും പിന്നെ പാരായണം ചെയ്യണ്ട കേട്ടോ. കാരണം തഹജ്ജുദും പിന്നെ സുന്നത്ത് നോമ്പും രണ്ടും വളരെ അതായത് വളരെ സ്വകാര്യമായി ചെയ്യേണ്ടുന്ന അമലുകളാണ്. ഇത് രണ്ടും നാട്ടുകാരും അറിയില്ല അല്ലേ. നമ്മൾ ഫർള് നിസ്കരിച്ചാൽ നാട്ടുകാരറിയും, ഫർള് നോമ്പെടുത്താൽ അറിയും, ഹജ്ജ് ചെയ്താൽ അറിയും, സക്കാത്ത് കൊടുത്താൽ അറിയും അല്ലേ. മുസ്ലിം ആണെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആണെങ്കിലും അറിയും. പക്ഷേ ഈ രണ്ട് കർമ്മങ്ങൾക്കോ ആരും അറിയൂല അല്ലേ. നമ്മളിപ്പോൾ ഒരു സുന്നത്ത് നോമ്പെടുത്ത ആർക്കെങ്കിലും അറിയാം നമുക്ക് നോമ്പുണ്ടോ ഇല്ലയോ, നമ്മൾ പറഞ്ഞാലല്ല, പറയാണ്ടിരിക്കുക മാക്സിമം. അതുപോലെ തന്നെ ഈ തഹജ്ജുദ് നമസ്കാരം, അത് ലത്തീഫ് മൗലവിൻ്റെ അടുത്ത് നല്ല രസമാണ്. മൗലവി അറിയും, പിന്നെ ഒരു പെണ്ണിനെ പുയ്യാപ്പിള കാണാൻ വന്നതാണ്, പുയ്യാപ്പിളിൻ്റെ വീട്ടുകാരെ കാണാൻ വന്നതാണല്ലേ. അപ്പോൾ കുട്ടീൻ്റെ അമ്മ പറയുകയാണല്ലോ, കുട്ടീൻ്റെ അമ്മക്ക് എങ്ങനെയെങ്കിലും മോളും ഉമ്മയൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഓലോടൊന്ന് പറയണം. അപ്പോൾ അതിപ്പം പറയാനുള്ളൊരു ചാൻസ് ഉണ്ടാക്കി. പെണ്ണുങ്ങളല്ലേ, ഭയങ്കര ഐഡിയ ആണല്ലോ. അമ്മ പറയുകയാണല്ലേ, ഞാനും ഓളും ഇന്നലെ തഹജ്ജുദിന് എണീച്ച പെങ്ങളോട് പറയാൻ ഒരു പൂച്ച അങ്ങോട്ട് ചാടി എന്തോരു പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഞെട്ടിപ്പോയി, ഇതെവിടുന്നേനും വന്ന്. അപ്പം മൗലവിക്കുക അതൊക്കെ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരുന്നത് മോളും ഞാനൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഓളറിയണം, കല്യാണം നടക്കണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ. ഇത് പരമരഹസ്യമായിട്ട് ചെയ്യേണ്ട ഒരു അമലാണ്. ഇതൊന്നും നിങ്ങൾ പാടിപ്പുകഴ്ത്തേണ്ടതില്ല ഒരിക്കലും. തഹജ്ജുദ് നമസ്കാരത്തെക്കുറിച്ച് വല്ലവരും ഇങ്ങോട്ട് ചോദിച്ചാൽ പറയല്ലാണ്ട് ഞാനങ്ങനെ നിസ്കരിക്കും, ഞാനിങ്ങനെ നിസ്കരിക്കും, അങ്ങനത്തെ വീമ്പിളക്കുന്ന സംസാരങ്ങളൊന്നും അതിനെക്കുറിച്ച് ഒരിക്കലും വിവരമുള്ളവരൊന്നും പറയില്ല കേട്ടോ. എല്ലാത്തവരും പറയാമല്ലാണ്ട്. അപ്പോൾ അതുപോലെ മാക്സിമം രഹസ്യമാക്കിയിട്ട് വെക്കുക സുന്നത്ത് നോമ്പിൻ്റെ വിഷയവും പിന്നെ തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ വിഷയം. അപ്പോൾ മലക്കുകൾ ഇങ്ങനെ വന്ന്, അപ്പോൾ നമ്മൾ നല്ല കുളിച്ച് ഡ്രസ്സൊക്കെ ഇടാണെങ്കിൽ അത്രയും നല്ലത്. ഇനി അതല്ലെങ്കിലും പല്ലൊക്കെ തേച്ച് നന്നായി വന്നിട്ട് ഇങ്ങനെ പാരായണം ചെയ്യുക. അത് ഭയങ്കര ഒച്ചല്ലാണ്ട് ഓതണ്ട, ഭയങ്കര ഒച്ചത്തിൽ, അതിൻ്റെ മീഡിയത്തിൽ, അതെന്ന് വെച്ചാൽ മിനിമം വോയിസിലൊക്കെ നമുക്ക് ഓതാം. അങ്ങനെ ഓതുമ്പോൾ അവരിങ്ങനെ അത് അപ്പാടെ എടുത്ത് അങ്ങ് കൊണ്ടുപോകും. മാത്രമല്ല എൻസിലു തബാറക അല്ലാഹു തആല ഇലസമാ ഇദ്ദുനിയല്ലേ, അള്ളാഹു ആകാശ ലോകത്തിൻ്റെ ഏതോ 7 ആകാശത്തിൻ്റെ മേലെ അർഷിൻ്റെ വെള്ളത്തിൻ്റെ മേലെ അർഷ്, അതിൻ്റെ മേലെയാണ് അള്ളാഹു ഉള്ളത്. അവിടുന്ന് അള്ളാഹു ഇറങ്ങി താഴോട്ട് വരുമ്പോൾ ഒരു ദിവസമെങ്കിലും അള്ളാഹു ഞാനിന്ന് വരുന്നില്ല എന്ന് അള്ളാഹു വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ദിവസം അള്ളാഹു വരികയാണല്ലേ. എന്നിട്ട് നമുക്കിതിൽ വലിയ മൈൻഡ് ഉണ്ടോ? അതും ഇല്ല അല്ലേ. നമ്മളത് ശ്രദ്ധിക്കൂല, അള്ളാഹു വരുന്നതെന്നല്ലാണ്ട്. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നെക്സ്റ്റ് പറയാം. അങ്ങനെ ഇത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ് അല്ലേ. തഹജ്ജുദ് നമസ്കരിക്കൽ എന്ന് പറയുന്നത് തഹജ്ജുദ് നമസ്കരിക്കുന്നവർക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവും എപ്പോഴും, ഒരു ബ്രെയിന്. അതായത് തഹജ്ജുദ് നമസ്കാരത്താൽ ഒരു തരം അഡിക്ഷനിലാണെന്ന് പറയാം. നമ്മൾ കുട്ടികളെ കൊണ്ട് പറയില്ലേ, മൊബൈൽ അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ, പിന്നെ അതുപോലെ പിന്നെ ആൽക്കഹോളിക് അഡിക്ഷൻ, കള്ളുടിക്കുന്ന ആണുങ്ങൾക്കാണ് അതിന് അഡിക്റ്റഡ് ആയി പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു അഡിക്ഷനാണിത്. ഈ തഹജ്ജുദ് നമസ്കാരം നിസ്കരിച്ച് കഴിഞ്ഞാൽ, ഇത് ശാസ്ത്രം പറയുന്നു 21 ദിവസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റൊട്ടീനായിപ്പോയി, നമ്മളെ ബോഡിയിൽ നമുക്ക് അങ്ങനല്ല ഫർള് നിസ്കരിക്കും പോലെ തന്നെ ആയിപ്പോകുന്ന പറയുന്നത്. അങ്ങനെ ആ നിസ്കാരം നമ്മളങ്ങ് സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ ഭർത്താവില്ലാലോ, വീട്ടിലാരും ഇല്ലെങ്കിലൊക്കെ കിടന്നുറങ്ങുന്നതിനൊന്നൊരു പ്രശ്നം. പക്ഷെ തഹജ്ജുദ് ഒരു ദിവസം പോയാൽ ഭയങ്കര സങ്കടം, എണീച്ചെന്ന് കരച്ചിൽ വരും. ആ ഓതുന്ന അത്രയും ആയത്തുകളോ അത്രയും സൂറത്തുൽ ഇഖ്ലാസോ വേറെന്തെങ്കിലോ ദുആകളോ നമുക്ക് വേറൊരു സമയം ചെയ്താൽ എന്താവൂല, ഒരു മനസ്സിനൊരു തൃപ്തി കിട്ടൂല. ആ തഹജ്ജുദിൻ്റെ സമയത്ത് എണീറ്റു, പല്ല് തേച്ചു, എടുത്തു, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഇന്ന ഫീ ഖൽഖി സമാവാതി ഓതി, ആകാശത്തേക്ക് നോക്കി. ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ആ സമയത്ത്, അതായത് 2 മണി സമയത്ത് ആകാശലോകത്ത് നിന്ന് അള്ളാഹു താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ നല്ല എയർ പാസിംഗ് ഉള്ള സ്ഥലത്ത് എവിടെയെങ്കിലും പോയി നിന്നിട്ട് നല്ലോണം വായു ശ്വസിച്ചാൽ നല്ല പ്യൂരിഫൈഡ് ഓക്സിജൻ ആയിരിക്കും കിട്ടുക. ഒന്നും കലരാത്ത, അതായത് പെട്രോളിൻ്റെ
പുകയോ വേറെന്തോ പിന്നെ തീ കത്തിയതൊന്നുമില്ലാത്ത നല്ല ഓക്സിജൻ ആയിരിക്കും കിട്ടുക. ആ സമയത്ത് ഇന്നഫി അൽക്കി സമാവാത്യോതി ആകാശത്തൊക്കെ നോക്കി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഏതെങ്കിലും താഴെയുള്ള ജനലൊക്കെ തുറന്നിട്ട് ആ ഒരു നല്ല ശ്വാസം, നല്ലൊരു വായു ശ്വസിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര ബ്രെയിൻ ഡെവലപ്മെൻറ്റും നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ദുആ ഉണ്ടല്ലോ, ആയത്തുകൾ അത് ഓതുമ്പോൾ നമ്മൾ ആകാശം നോക്കിയിട്ട് വേണം പറയാൻ അല്ലേ. ഇന്ന ഫി ഹൽക്കി സമാവാത്തി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ഉലിൽ അൽബാബിലെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആകാശങ്ങളും ഭൂമികളൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ഈ ഒരു വൈപരീത്യത്തിലില്ല, ഇതിനോരോന്നിനും ഓരോ തരം പ്രത്യേകതകളാണ്. ഇതൊക്കെ ആര് പഠിച്ചിക്കണ്? ശാസ്ത്രലോകം ഇന്നോളം പഠിച്ചിട്ടും ആകാശത്തെക്കുറിച്ചിട്ട് എവിടെയും എത്തിയിട്ടില്ല അല്ലേ. ഭൂമിനെക്കുറിച്ച് അവരെന്തൊക്കെയോ പഠിച്ചു, അതും എവിടെ എത്തിയിട്ടില്ല. ഭൂമിയിൽ നിന്നും ഇപ്പോൾ ഇവിടെ നിന്നും കുഴിച്ചാൽ ശരിക്കും ആക്ച്വലി അമേരിക്കയിൽ എത്തണം. പക്ഷേ എത്രയോ കിലോമീറ്ററുകൾ അവർ കുഴിച്ചു തുളച്ചു, പക്ഷെ അവിടുന്ന് അങ്ങോട്ട് യാതൊരു രക്ഷയില്ല, പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അതൊക്കെയും തന്നെ ആകാശവും ഭൂമിയും ബാക്കിയുള്ള അതിലുള്ള ലക്കസമാവാത്തി വല്ലർലി വമം ഫീഹിന്ന അതിലുള്ള കംപ്ലീറ്റ് വസ്തുക്കളും തന്നെ എന്തെന്നാ പറയുക, അതൊക്കെ തന്നെ മിറാക്കിളാണ്. അപ്പോൾ അങ്ങനത്തെ ആയ ആകാശവും ഭൂമിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനായ ആയത്തോതുമ്പോൾ അതുപോലെ കുറേ ആ സമയത്ത് എഴുന്നേറ്റാലുള്ള കുറേ ദുആകളൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ തഹജ്ജുദിൻ്റെ പുസ്തകത്തിൽ 1 by 1 ആയിട്ട് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയോല് വായിച്ച് വായിച്ച് കുറേ ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാണാണ്ട് തന്നെ പഠിക്കാൻ പറ്റും. അതൊക്കെ ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, എഡിക്ഷൻ ഈ തഹജ്ജുദ് നമസ്കാരക്കാർക്ക് അത് നമസ്കരിച്ച് പഠിച്ചോർക്ക് ഭയങ്കര ഒരു അഡിക്ഷൻ തന്നെയാണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും പ്രയാസമാണെങ്കിലും ആരുമില്ലെങ്കിലും ഒക്കെ നമുക്കിപ്പോൾ ഗ്യാസ് തീർന്നു പോയി, ഇപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാനൊരു രക്ഷയില്ലെങ്കിൽ നമ്മൾ സ്വിഗ്ഗി വിളിച്ചാൽ ഫുഡ് കിട്ടും അല്ലേ. പക്ഷേ തഹജ്ജുദ് മിസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര, അന്ന് ലേറ്റായിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ഒരു സമാധാനം ഒരു സന്തോഷം തന്നെ കരച്ചിൽ വരും. ആകെ എത്രയോ ദിവസങ്ങളിൽ ഒരു ദിവസമാണെങ്കിൽ മിസ്സാകുന്നത് പോലും നമുക്കത് ഭയങ്കര വിഷമം, അതൊരു എഡിക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, അത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മാധുര്യം അനുഭവിക്കാം, ആസ്വദിക്കാം, അള്ളാഹുവിനോട് സംസാരിക്കാം. എല്ലാവരും എപ്പോഴും അള്ളാഹുവിനോട് പരാതികളേ പറയുള്ളൂ. നമുക്ക് വീടില്ല, കാറില്ല, അതില്ല, കടം, മോന് ജോലി, മറ്റോന് പഠിപ്പ്, മോക്ക് നല്ല സീറ്റ് കോളേജിൽ, പൊന്നു കൊടുക്കണം, കല്യാണം, ഇങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ അതിനേക്കാൾ ഉപരി, അതായത് പിന്നെ ഈ എൻ്റെ ദുആ ബുക്ക് വാങ്ങിയവർക്കൊക്കെ അറിയാം, ഒരു ദുആക്കൊരു ഫോർമാറ്റ് ഉണ്ട്. അതായത് അൽഹംദുലില്ലാ, അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്, പിന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, പിന്നെ ഇസ്മുൽ അസം അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് പോലത്തെ കുറേ ദുആകളുണ്ട് എൻ്റെ ബുക്കിൽ. അത് ഓതുക. പിന്നെ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റത വഅസീല എന്ന് പറയുമ്പോഴത്തേന് ആകാശത്തിൻ്റെ വാതിലൊക്കെ ഓപ്പൺഡായി. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കയറിപ്പോവുക. അപ്പോൾ നമ്മൾ പറയാം, പഠിച്ചോനെ എത്രയും നല്ലൊരു വീട് തന്നു പഠിച്ചോനെ, അൽഹംദുലില്ലാ, എനിക്കൊരു ഭർത്താവുണ്ട് റബ്ബെ, അദ്ദേഹം നയിച്ചു കൊണ്ടുവന്നിട്ട് എൻ്റെ മക്കളെ പോറ്റുന്നുണ്ട് റബ്ബെ, ഞാൻ ഹജ്ജിന് പോയി റബ്ബെ അൽഹംദുലില്ലാ, ഞാൻ ഉംറക്ക് പോയി റബ്ബെ അൽഹംദുലില്ലാ. അങ്ങനെ നമുക്കെന്തല്ലോ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കില്ല. അങ്ങനെ ഒരുപാട് അള്ളാഹുവിനെ ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും, ആരൊരുവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുവോ അവന് അള്ളാഹു വീണ്ടും 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 വർദ്ധിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ കുറേ അത് പറയാം, നന്മകൾ പറയാം. എന്നിട്ട് എന്തെങ്കിലും വിഷമം, നമ്മളിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും, ചിലപ്പോൾ അമ്മായിമാരുള്ളവരുണ്ടാവും, നാത്തോന്മാരുണ്ടാവും, ചിലപ്പോൾ മരുക്കൾ ഒരു പണിയെടുക്കാണ്ട് അമ്മായിമ്മ കുറേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണിയെടുക്കുന്ന അമ്മായിമ്മമാരുണ്ടാവും, ചിലപ്പോൾ ഭർത്താവ് വെറുതെ ഹരാസ്മെൻറ്റ് നടത്തുന്ന ഭർത്താക്ക് വെറുതെ ചീത്ത പറഞ്ഞിട്ടോ ഇതാക്കിയിട്ടോ ആളുടെ ഇൻസൾട്ട് ചെയ്തിട്ടോ അങ്ങനത്തെ പല രീതിയിലുള്ള ഹരാസ്മെൻറ്റും പീഡനങ്ങളൊക്കെ ഇന്നിപ്പോൾ എല്ലാ വീടുകളിലും പലയിടത്തും എന്താണ് പിന്നെ ഗോപ്യമായ രഹസ്യമാണത് അല്ലേ, ആരും പുറത്ത് പറയുന്നില്ല എന്നാണ്. അങ്ങനെ ഉണ്ട്. അപ്പം നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അള്ളാഹുവിനോട് സംസാരിക്കുക. അതിനേക്കാൾ ബെറ്റർ കണ്ടീഷൻ ഹൈറും മിൻ ദാലിക, എനിക്കറിയാം, ഇന്നല്ലാഹ അനിയൻ, അള്ളാഹു എന്ന് വെച്ചാൽ കൊടീശ്വരനാണ്, സ്തുത്യർഹനാണ്, അൽഹംദുലില്ലാ, റഹ്മാനാണ്, റഹീമാണ്, അസീസാണ്, ഗഫൂറാണ് അല്ലേ. നമുക്ക് അള്ളാഹു വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉള്ള പ്രശ്നങ്ങൾ മറ്റ് പുറത്തുള്ളവരോട് പറയുന്നതിനേക്കാൾ ഉപരി അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുക. ഞാനൊക്കെ തിരിച്ച് തമാശ പറയും പോലെ എൻ്റെ നാച്ചുറൽ ശൈലി എന്ന് പറയുന്നത് അതുപോലെ ഞാൻ അള്ളാഹുവിനോട് സംസാരിക്കുക, ചിരിച്ച്
ചിരിച്ചും കൊണ്ട്. അത് സങ്കടം പറയുമ്പോഴല്ലേ നമ്മൾ വിഷമിക്കേണ്ടുള്ളൂ, അല്ലാത്തപ്പോൾ നമുക്ക് ചിരിക്കാം. പാപമോചനം തേടുമ്പോൾ കരയാം അല്ലേ? അങ്ങനെ അതിനോട് എന്തെന്നാ പറയുക, ഒരു സംഭാഷണം അങ്ങോട്ടും ഇങ്ങോട്ടും. അള്ളാഹു നമ്മളെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് നമ്മൾ കേൾക്കുന്നില്ല എന്ന് മാത്രം അല്ലേ? അപ്പം അങ്ങനെ ഒരു എക്സാക്റ്റ് എന്താണ്, വല്ലാത്തൊരു ക്ലോസ്നെസ്, അടുപ്പം അല്ലേ? അത് നമ്മളാ പറയുന്നത് നമ്മളെ അടുത്തുള്ള ഭർത്താവോ അല്ലെങ്കിൽ കുട്ടികളോ ആരും കേൾക്കുന്നില്ല. ഒരു സ്വസ്ഥമായ സ്ഥലത്തും ആയിരിക്കണം നിസ്കരിക്കുന്നത് കേട്ടോ. നമ്മളെ ഈ രഹസ്യങ്ങൾ പറയുമ്പോൾ അത് മറ്റുള്ളവർ കേൾക്കാനും പാടില്ല. കാരണം അള്ളാഹുവിൻ്റെയും നമ്മുടെ ഇടയിൽ വേറൊരു മറയില്ല, നമ്മളും അള്ളാഹു മാത്രമായിരിക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, അധികം ആളുകൾക്കെന്ന് പറഞ്ഞാൽ പിന്നെ അതായത് ചിലപ്പോൾ ചിലർക്ക് ഉമ്മ, ചിലർക്ക് ചില മക്കൾ, ഒരു മോനെ കാണുക മോന്, അല്ലെങ്കിൽ ഒരു മോളാണ് ആ മോള്, അല്ലെങ്കിൽ ഭർത്താവ് അതോ വീണ് മരിക്കുക. ഭർത്താവ് എന്ന് പറയുന്നത് ടോപ്പ് എൻ്റെ, അത് ഒപ്പരില്ലാണ്ട് അങ്ങോട്ട് പോയിക്കൂടാ, അങ്ങോട്ട് പോയിക്കൂടാ, വീട്ടിലെ ഗ്യാസ് മാറ്റണമെങ്കിൽ ഹസ്ബൻഡ് വേണം, അങ്ങനെ കളിക്കും. ഭയങ്കര ലാഭം, ഒടുക്കത്തെ ലാഭം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹിനെ സ്നേഹിക്കാൻ, അള്ളാഹുവിനെ ലൈക്ക് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതും കഴിഞ്ഞ് നമ്മളെ ദീനിൻ്റെ കർമ്മങ്ങളും ഒക്കെ കഴിയുമ്പോഴേ നമ്മളെ ദുനിയാവിലുള്ള ആൾക്കാർ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ. കാരണം നിങ്ങൾക്കറിയാലോ അല്ലേ, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ നമ്മളെ പ്രിയപ്പെട്ട ഉമ്മ ആവട്ടെ, ഭർത്താവ്, ഉമ്മ യൻളുറുൽ മർഉ മാ ഖദ്ദംതു യദാ വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബ എന്ന് പറയുന്ന ഒരു അവസരം ഉണ്ടല്ലോ, പഠിച്ചോനെ എന്നെ നീ മണ്ണാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? അതുപോലെ ആ ബാപ്പനെയും ഉമ്മനെയും ഒക്കെ കണ്ടാൽ നമ്മൾ ഓടിപ്പോകുന്ന മിൻ അഖീ വ ഉമ്മിഹി വ സാഹിബത്തിഹി വ ബനീഹി അല്ലേ? ലിക്കുല്ലി ഇംറിഇൻ യൗമഇദിൻ ശഅ്നുൻ യുഗ്നിഹി. ഓരോരുത്തർക്കും അവൻ്റെ കാര്യം ഉണ്ടാവും. അന്നേരം എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്, മൂപ്പരെ മീസാന് കനം കൊണ്ട് പൊന്തുന്നില്ലപ്പാ, എനിക്കൊരു ലക്ഷം ഇങ്ങോട്ട് എടുത്തിട്ട് ഇപ്പോൾ അത് മൈൻഡ് ചെയ്യൂല. അങ്ങനത്തെ ഉപ്പനെയും ഭർത്താവിനെയും മക്കളെയും ഒക്കെയാണ് നമ്മളിവിടെ തലയിൽ കയറ്റി നടക്കുന്നതല്ലേ? ഒരിക്കലും അങ്ങനെ ആവരുത്. നമ്മളെ മനസ്സ് മാറ്റിക്കൊണ്ട് നമ്മൾ അള്ളാഹ്, ഇസ്ലാം, ദീന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അത് നമ്മൾ ലൈഫിൽ പിന്നെ അപ്ലൈ ചെയ്ത് അതിലുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ട് അതിൻ്റെ കൂടെ അതിലൊന്നും കൂടെ ഒരു പടി താഴ്ന്നിട്ടേ ഉള്ളൂ ദുനിയാവിലെ ബന്ധങ്ങളും ദുനിയാവിലെ ആൾക്കാരും ഒക്കെ നമുക്ക് പാടുള്ളൂ. അപ്പോഴേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് എത്തുക അല്ലേ? ആ ഒരു പദവിയിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ ഈ അഡിക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സ്ഥിരമാക്കി കഴിഞ്ഞാൽ നമ്മളിനി ദുനിയാവിൻ്റെ ഏത് തലക്കം പോയാൽ, അമേരിക്ക പോയാൽ വരെ നമ്മൾ ഈ തഹജ്ജുദ് ഒഴിവാക്കില്ല. അപ്പോൾ അഡിക്റ്റ് ആവാൻ വേണ്ടി ദുആ ചെയ്യുക അല്ലേ? അത് നമുക്ക് ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ അത് പകർത്താൻ എന്ത് കാര്യം അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹു അത് എത്തിച്ച് തരും അല്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കൊണ്ട് റിപ്പീറ്റഡ്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് ബുദ്ധിമാന്മാരുടെ ഒരു ലക്ഷണമാണ് അല്ലേ? തഹജ്ജുദ് നമസ്കരിക്കുന്നവർക്ക് നല്ല തികഞ്ഞ ബുദ്ധി ഉണ്ടാവും. മുത്തഖീങ്ങളുടെ ഒരു സവിശേഷതയാണ് ഈ തഹജ്ജുദ് നമസ്കാരം. അവർ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും, അവരെ മുഅ്മിനുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. അവർക്ക് പരലോകത്ത് ധനാഢ്യൻ, നമുക്കതാണല്ലോ വേണ്ടി അല്ലേ? സ്വർഗത്തിൽ ഒരുപാട് വീടും കുറേ തോട്ടവും. ഇവിടെ റബ്ബർ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ പല പല ജാതി എസ്റ്റേറ്റുകളും വീടുകളും, താഴ്വാരത്ത് വീടും, മധ്യത്തിൽ വീടും, മുകളിൽ വീടും, മിഡിലിൽ വീടും. ഞാൻ പറഞ്ഞില്ലേ, വീടുകൊണ്ടൊരു കളിയായിരിക്കില്ലേ? ആ വീടിന് മെയിൻ്റനൻസോ പണിക്കാരെ വിളിക്കാനോ ബിഹാരികളെ തിരഞ്ഞു പോകാനോ ഒന്നും വേണ്ട. അതൊക്കെ അള്ളാഹുവിൻ്റെ മട്ടം പോലെ കയറിയത് ഭയങ്കര അതിശയത്തിൽ സംരക്ഷിച്ചു പോരും. പിന്നാണെങ്കിൽ വിചാരണയില്ലാണ്ട് സ്വർഗത്ത് പ്രവേശിക്കും. പിന്നെ നമ്മൾ തുടക്കത്തിൽ വെച്ച പോലെ വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തല്ലക, അതായത് രാത്രി എഴുന്നേറ്റുള്ള നമസ്കാരം നിങ്ങൾക്ക് ഉപകാരമായി, നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കാം. റബ്ബുക മഖാമൻ മഹ്മൂദൻ, അതായത് സ്തുത്യർഹമായ സ്ഥാനത്തിലെ പോരെ വിശേഷം. അള്ളാഹു ഒരു വലിയൊരു പോയിന്റിൽ ഇപ്പം നമ്മളോട് പറയാം, ഇവിടെ തഹജ്ജുദ് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഞാൻ സുപ്രീം കോടതി ജഡ്ജാക്കാം, അതല്ലെങ്കിൽ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആക്കാമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു വല്ലാത്തൊരു പോസ്റ്റല്ലേ? അതുപോലെ അതൊക്കെ ലോകത്തിലത്തത്, അതൊക്കെ ഏത് സമയം നഷ്ടപ്പെട്ടു പോകുന്ന പിന്നെ ദർജകളും തസ്തികകളുമാണ്. ഇതാണെങ്കിലോ നമുക്ക് പരലോകത്ത് എന്നെന്നും നിലനിൽക്കുന്നതാണ്, ഖാലിദീന ഫീഹാ അല്ലേ? അങ്ങനത്തെ തഹജ്ജുദ് നമസ്കാരക്കാർക്ക് മഖാമൻ മഹ്മൂദൻ, ഉന്നതമായ സ്തുത്യർഹമായ സ്ഥാനത്ത്. ആക്ച്വലി നിങ്ങളൊന്നും വിചാരിച്ചൊക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ
കുറഞ്ഞത് 23 ആയിട്ടുള്ളൂ കേട്ടോ. 90ൻ്റെ അടുത്തുണ്ട്, അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല. ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു നമസ്കാരമാണെന്ന് ഈ ഗ്രൂപ്പിലിപ്പോൾ ഒരു 150 ആളുണ്ടെങ്കിൽ നിസ്കരിക്കുന്നവരുണ്ടായിരിക്കാം മേ ബി. അവർക്കറിയാവോ ഇത് ഇത്രയും ക്വാളിറ്റി ആണെന്നല്ലേ? അത് പണ്ടൊരു ചൊല്ലുണ്ട്, ആനക്ക് ആനൻ്റെ വില അറിയില്ല. കാരണം ആനൻ്റെ കൂടെ ആനനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ, മരം വലിപ്പിക്കാൻ, കെട്ടും ചോടും എടുപ്പിക്കാൻ, വേറെ സാഹസപ്പെട്ട പലതും ചെയ്യിപ്പിക്കാൻ നടക്കുന്ന ഇത്തിരി ഒരു 60 കിലോ ഉള്ള മനുഷ്യൻ ഒരു ഇത്തിരിയുള്ള വടിയെടുത്തിട്ടാ അല്ലേ? ഇത്തിരിയുള്ള വടി എടുത്തിട്ടല്ല. ആനക്ക് ലേശൊരു ഗന്ധം ഉണ്ടെങ്കിൽ ആ വടി കൊണ്ട് വാങ്ങി ഓനൊരൊറ്റ ചവിട്ടം കൊണ്ട് കൊടുക്കണ്ടേ? എത്രയും വലിയ മരക്കാണ് ആന കൊണ്ട് ലോറി കയറ്റുന്നത്. എന്തെല്ലാം കോപ്രായം ആനനെ കൊണ്ട് കളിക്കുന്നില്ലേ? അപ്പോൾ ആനക്ക് എന്താ അറിയില്ല, ആനക്ക് ആനൻ്റെ വലിപ്പം അറിയില്ല. അത് പറഞ്ഞ പോലെ നമ്മൾ കുറേ കാലമായി നിസ്കരിക്കുന്നു, പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒന്നും ഫളായിലറിയില്ല. ഇനി നമ്മളിനി ശരിക്കും അറിഞ്ഞും കണ്ടും കേട്ടും ഒന്ന് നിസ്കരിച്ച് നോക്കണം. അതാണ് അതിൻ്റെ മഹത്വം അല്ലേ? അതിങ്ങനെ മനസ്സിലാക്കി ഓതി അല്ലെങ്കിൽ തഹജ്ജുദിൽ ഓതുമ്പോൾ എങ്ങനെയാ വെച്ചാൽ നല്ലോണം അതിൻ്റെ മലയാള ഭാഷയും കൂടെ അറിയുന്ന രീതിയിലാവും. അപ്പോഴേ നമുക്ക് തഖ്വ വരുന്നുള്ളൂ. വെറും ഖുർആനായിട്ട് അറബിയിൽ തന്നെ ഓതിപ്പോകുമ്പോൾ നമുക്കതിന് ആ ഒരു ഖുശൂഅ് വരില്ല അല്ലേ? അത് നമുക്ക് അത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അതായത് ആരുടെ കയ്യിലാണോ പരമാധികാര രാജത്വം അവൻ അനുഗ്രഹീതമായി, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ, എല്ലാ സ്തുതിയും രാജത്വവും പരമാധികാരം എല്ലാം അള്ളാഹുവിനാണ്. അവനെല്ലാ കഴിവുള്ള. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹൃദയത്തിൽ നിന്ന് അതെന്ന് വെച്ചാൽ തഖ്വ വരണമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരണം, അല്ലാണ്ട് പുറത്തു കൂടെ തഖ്വ ഒഴുകൂല അല്ലേ? നമ്മൾ അതിലെ പുറത്തിൻ്റെ ബോഡീൻ്റെ പുറത്തു കൂടെ അല്ല, ഹൃദയത്തിൽ നിന്ന് വരണം. അപ്പം നമുക്ക് അങ്ങനെ പറയാൻ തോന്നണമെങ്കിൽ എന്താക്കണം? പിന്നെ അർത്ഥത്തോടു കൂടി മനസ്സിലാക്കി ഓതണം. കാരണം നിങ്ങളൊക്കെ കുറേ ഖുർആൻ പഠിച്ചോല, പക്ഷെ പഠിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരും തന്നെ ഇത് അർത്ഥം മനസ്സിലാക്കി ഉള്ളിലേക്ക് എടുത്തിട്ട് പാരായണം ചെയ്യുന്നില്ല. പിന്നെ തഹജ്ജുദിൻ്റെ സമയത്ത് നമ്മൾ എഴുന്നേറ്റാൽ എന്തെല്ലാം ചെല്ലണമെന്നുള്ളത് അല്ലേ? എഴുന്നേൽക്കുമ്പോൾ അലാറം അടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം തന്നെ ഓടി എണീക്കരുത്. നമ്മളെ ബ്രെയിനും ഇതും ബോഡിയൊക്കെ ഒരു പ്രത്യേക ആംഗിളിൽ ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടക്കുമ്പോൾ നമ്മളിങ്ങനെ എണീറ്റ് ഓടുമ്പോൾ നമ്മൾ അന്നേരം എന്തെങ്കിലുമൊക്കെ തലയിൽ ബ്രെയിനിൽ സംഭവിച്ചിട്ട് ചിലപ്പോൾ മരണം വരെ അതുകൊണ്ട് മെല്ലെ എഴുന്നേറ്റ് ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്ത് ഒരു 2 മിനിറ്റോ അല്ലെ ഒരു മിനിറ്റോ അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ ശേഷം നമ്മൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പറയല്ലേ? അഥവാ നിന്നെ എണീപ്പിച്ചതിന് നിനക്ക് സ്തുതിയില്ലേ? ചിലരൊന്നും രാത്രി കിടന്നാൽ പിന്നെ നേരം വെളുത്താൽ നമ്മൾ മയ്യത്തായിരിക്കും കാണുന്നത്. അതല്ലാലോ റബ്ബേ, എനിക്ക് നീ ജീവിതം തിരിച്ചു തന്നല്ലോ, ഞാൻ എണീറ്റല്ലോ എന്നുള്ളായ കൽബിലായ ഓർമ്മയോട് കൂടി എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, അല്ലാഹുമ്മ അഗ്ഫിർലി. അത് പറഞ്ഞിട്ടാണ് നമ്മൾ ബാത്റൂമിലേക്ക് കടന്ന് വുളു ചെയ്യുന്നത് എങ്കിൽ എന്താ അതിൻ്റെ പ്രതിഫലം എന്താ? അതായത് ഞാൻ പറഞ്ഞ ലെൻസിൽ തബാറക്കല്ലാഹു താല ഇലസമായി ദുനിയ, അള്ളാഹു ആകാശ ലോകത്തുനിന്ന് ഒരൊറ്റ ദിവസം ഒഴിയാണ്ട് വരുന്നുണ്ട് നമ്മളെ നമുക്ക് പാപമോച. അപ്പോൾ അള്ളാഹു ചോദിക്കുക, മൻ എസ് അലൂനി ഫൗത്തിയാഹു, മൻ എന്തേനും അതിൻ്റെ ഹാത്ത് അല്ല ഹദീസ്, മൻ യദ്ഊനി അസ്തജിബ് ലക്കും, ആരെന്നോട് ചോദിക്കുന്നുവോ അവന് ഞാൻ ഉത്തരം നൽകും. മൻ യസ് അലൂനി, അവൻ ചോദിക്കുന്നവൻ ഫൗത്തിയാഹു, അവന് നൽകും. മൻ യസ്തഗ്ഫിറൂനി, ആരെന്നോട് പാപമോചനം തേടുന്നുവോ ഫഗ്ഫിർ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ് അല്ലേ? ഇന്ന വഅദല്ലാഹിൽ ഹഖ് അല്ലേ? യാതൊരു സംശയമില്ല, അള്ളാഹു വാഗ്ദാനം ചെയ്ത വാഗ്ദാനമാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും തഹജ്ജുദിൽ എവിടെ കിടന്ന് സുജൂദിൽ കിടന്ന് ഇങ്ങനെ ദുആ ചെയ്യാണ് അല്ലേ? അഖ്റബ യകൂനു അബദൻ ബഹുവ സാജിദുൻ, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് സുജൂദ് അല്ലേ? ആ സുജൂദ് കിടന്നുകൊണ്ട് നമ്മൾ പണ്ട് കഴിഞ്ഞ പല കാര്യങ്ങളും ഇങ്ങനെ എണ്ണിപ്പെറുക്കി. അതായത് ഞാൻ ഹജ്ജിന് പോയ കാലത്ത് ഒരു പാകിസ്ഥാനോ ഏതോ ഒരു ലേഡി, അപ്പോൾ അവർ ഒരു വലിയ വീൽ ചെയർ വിടർത്തി വെച്ചെന്ന് അവരിയ്ക്കുന്നു. അവിടെയാണ് സ്ഥലമില്ല. അപ്പോൾ ഞാനും തവണയ്ക്ക് ആ വീൽ ചെയർ ഒന്ന് മെല്ലെ മാറ്റി ചാരി വെച്ച് അവരെ ബാഗ് ഉണ്ടായിരുന്നു അതെടുത്ത് താഴെ വെച്ച്. എൻ്റെ പടച്ചോനെ, അവരെ ഭാഷയിൽ എന്തെല്ലോ പറഞ്ഞ്
പിന്നെ എൻ്റെ കയ്യിലൊരു ഹാൻഡ് ബാഗ് ഉണ്ടായിന്. അതിൽ എന്തല്ലോ നമ്മളിപ്പോൾ ഹറമ പോയിരിക്കുമ്പോൾ കുറേ ഇരിക്കുമ്പോൾ എന്തെങ്കിലും സ്നാക്സൊക്കെ എടുക്കുമല്ലോ, തിന്നുക, സംസം കുടിക്കുക, പുറത്ത് അതൊക്കെ എടുത്ത് നിലത്തിട്ട് കൊട്ടി എന്തൊക്കെയോ അവർ പറഞ്ഞ്. ഞാനൊന്നും മിണ്ടിയില്ല. ഹറമല്ലേ, പരിപൂർണമായ ക്ഷമ വേണമല്ലോ, ഹജ്ജിന് വന്നതല്ലേ നമ്മൾ. എന്നിട്ട് പോലും ഞാൻ അള്ളാഹിനോട് എന്തായാലും ചോദിക്കില്ല, പഠിച്ചോനെ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയോ. അവരാ വീൽ ചെയർ അവരിയ്ക്കുകയും ചെയ്യുന്ന വീൽ ചെയർ ഓപ്പണുമാണ്, അതുകൊണ്ട് ചെയ്തതല്ല. അവർ അതിലിരിക്കാൻ നമുക്കൊരു രക്ഷയില്ല. ഇരിക്കുന്നില്ലേ ചാരി വെച്ച് അവിടെ ഒരാക്കി ഇരുന്നൂടെ എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ കാണുന്നവരൊക്കെ അങ്ങനെ നോക്കിയെന്ന് പറയുന്നുണ്ട്, ഇവരെ വല്ലാത്തൊരു ആക്ഷൻ. അപ്പോൾ എന്നിട്ട് അപ്പോൾ അവർ ചെയ്തതായിരിക്കാം മേ ബി തെറ്റ്, ഞാൻ ചെയ്തത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നിരുന്നാലും ഞാൻ പാപമോചനം തരുമ്പോൾ പഠിച്ചോൻ ആ ഒരു വിഷയത്തിൽ നീ എൻ്റെ ഹജ്ജിന് പോക്കല്ല റബ്ബേ എന്ന് പറഞ്ഞു പോകും. കാരണം എനിക്ക് തോന്നിയൊരു തെറ്റായിട്ട് തോന്നുന്നു, തെറ്റെന്ന് പറഞ്ഞുകൂടാ, പക്ഷെ അങ്ങനെയാണ്. അങ്ങനെ നിസ്സാര കാര്യങ്ങൾ പോലെ എടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മളെ കണ്ണീർ ഭയങ്കര വാല്യൂ ആണ്. അപ്പം അതുകൊണ്ട് ഓരോ വിഷയത്തിനും നമ്മളിങ്ങനെ എണ്ണി പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്ത് കൊണ്ടിരുന്നാൽ നമുക്കറിയാലോ അല്ലേ. ഒരു ഒട്ടകം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞല്ലോ, അള്ളാഹുവേ നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ ഉടമയാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ്ക്ക് അവന് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞല്ലോ. അപ്പം അതുപോലെയാണ് അസ്തഗ്ഫിറുല്ലാ ചെല്ലുന്നതും പാപമോചനം എടുത്തെടുത്ത് പറയുന്നതും. അതിനായിട്ട് സമയം കണ്ടെത്തണം. ചില ആളുകളുണ്ട് എങ്ങനെ എണീക്കാച്ചാൽ 4 മണി 4:30 എണീക്കും. 4:30 എണീച്ച് ഒന്ന് ടോയ്ലറ്റിൽ പോയി വരുമ്പോഴത്തേന് 4:45, പിന്നെ 5 മിനിറ്റ്. അങ്ങനെ ഒരു നിസ്കാരം വെറുതെയാണ്, അതിൻ്റെ ആവശ്യമില്ല. അത് വെറുതെ ഒരു കാട്ടിക്കൂട്ടൽ എന്ന് വേണം പറയാൻ അല്ലേ. അങ്ങനെ വരുത്. ഒന്നുമില്ലെങ്കിലും മിനിമം 1 മണിക്കൂർ മുമ്പേ തന്നെങ്കിലും ഒന്ന് എണീക്കണം. എന്നിരുന്നാലും നമുക്ക് അള്ളാഹാനായിട്ട് മുനാജാത്തിൽ ഇതുപോലെ നല്ല കാര്യങ്ങളും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഇനി നമുക്ക് എന്തെല്ലാം വേണം, ലോകത്തിന് എന്തെല്ലാം സംഭവിക്കണം. അപ്പം നിസ്സാര ഉദാഹരണം ഞങ്ങളോട് പറയുകയാണ്. അതായത് നമ്മളിപ്പോൾ ഇപ്രാവശ്യം ഇലക്ഷൻ നടക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ റിപ്പീറ്റഡ്ലി ദ്വാരക്ക, പഠിച്ചോനെ റബ്ബേ ഏറ്റവും നല്ല ഭരണാധികാരികളെ കൊണ്ട് ഇന്ത്യനെ സമ്പുഷ്ടമാക്കണേ, കേരളത്തിൽ വരാനിരിക്കുന്ന ഇലക്ഷന് നല്ലൊരു മുഖ്യമന്ത്രിനൊക്കെ തരണേ എന്നൊക്കെ നമ്മളിങ്ങനെ ദുആ ചെയ്യുക. പക്ഷേ ആക്ച്വലി നരേന്ദ്രമോദി വന്നപ്പോൾ നമ്മൾ വിചാരിച്ച അള്ളാൻ്റെ പഠിച്ചോൻ ഇനിയൊരു രക്ഷയില്ല. പക്ഷേ നരേന്ദ്രമോദിക്ക് ആ പാർലമെൻറ്റിൽ ഒരിക്കലും തഹജ്ജുദിനൊരു വിമുഖത കാണിക്കരുത്, മടി കാണിക്കരുത്. അതതിൻ്റെ മട്ടം പോലെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്രകാരം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു അൽഹംദുലില്ലാഹില്ലദി അഹ്യാന പറഞ്ഞിട്ട് 2-3 ദിക്റുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു പറഞ്ഞിട്ടുള്ള 2-3 ദിക്റുകൾ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ, അത് പറഞ്ഞ് കഴിഞ്ഞാലാണ് എന്ത് ഈ അള്ളാൻ്റെ ഈ വാഗ്ദാനം പിന്നെ നടപ്പിൽ വരിക. കാരണം മൻ യദൂനി, ആരെനിക്ക് എന്നോട് പിന്നെ ദുആ ചെയ്യുന്നു അവന് ഞാൻ ചോദിക്കുന്നത് നെൽസ്തജിബ് ലക്കു എന്ന് പറയുന്ന അത് ആ പ്രാബല്യത്തിൽ വരണമെങ്കിൽ ടോയ്ലറ്റ് പോണതിൻ്റെ മുമ്പ് ഈ ദുആ ചെയ്തിരിക്കണം. അപ്പം ചിലർ ചോദിക്കും, നമുക്ക് എണീക്കലേ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ യൂറിൻ പ്രോബ്ലംസ് വരും. അപ്പം നമ്മൾ എണീക്കലേ മൂത്രം ഒഴിക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൂത്രം ഒഴിച്ച് വന്നിട്ട് ബെഡിൽ വന്ന് കുത്തിരുന്ന് ഇതൊക്കെ ദുആ ചെയ്തിട്ട് പോയിട്ട് വുളു ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? ആ വുളു ഉണ്ടാക്കുന്ന മുമ്പേ ഇത് ദുആ ചെയ്തിട്ട് വുളു ഉണ്ടാക്കിയാലാണ് അള്ളാഹു പറയുന്ന ഈ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ, നീ ആരെന്നോട് ദുആ ചെയ്യുന്നു അവന് ഞാൻ നൽകും, ആര് ചോദിക്കുന്നുവോ ആ ചോദിച്ചത് കൊടുക്കും, ആര് പാപമോചനം തേടുന്നു പാപമോചനത്തിന് പുറത്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞത് അത് നടപ്പിൽ വരണമെങ്കിൽ ഇതിൻ്റെ മുമ്പേ ഒന്നുവിൻ്റെ മുമ്പേ നമ്മൾ ഈ ദുആ ചെല്ലിയിരിക്കണം. അത് അധികം അറിയില്ല അല്ലേ. ചിലരൊക്കെ ഒന്ന് ബാത്റൂം പോയി വന്നിട്ടായിരിക്കും ഇത് ചെല്ലുക. പിന്നെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിക്കാം അള്ളാഹുവിനോട് അല്ലേ. ഒരു കാര്യം മടിക്കേണ്ട. അതിപ്പോൾ നമ്മളെ ഒരു വീട്ടിൽ ഇപ്പോൾ ഭർത്താവാണ് കുറേ പറഞ്ഞാൽ പറയും എനിക്ക് വെറുതെ ഇത് തന്നെ, ഇനിയിപ്പോൾ കുട്ടികളെ കാര്യം ചെയ്യണ്ട, അല്ലെങ്കിൽ എനിക്ക് ഉമ്മയില്ലേ പെങ്ങന്മാരില്ലേ വീട്ടിലെ കാര്യമില്ലേ നോക്കി. ഇനിയിപ്പോൾ നമ്മൾ ആങ്ങളെ വലിയൊരു കോടീശ്വരനാന്ന് വിചാരിച്ചോളൂ, ഓനോട് 2-3 ദിവസം അടുപ്പിച്ച് പറഞ്ഞാൽ ഓനും ദേഷ്യം പിടിക്കും അല്ലേ. പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു കാര്യം എന്താ, മല്ലം എസ് അലുല്ലാഹ യഗ്ളബു അലൈഹിം, ആരല്ലാഹുവിനോട് ചോദിക്കുന്നില്ല അവനോട് അള്ളാഹു കോപിക്കും അല്ലേ. അപ്പം ആര് ചോദിക്കുന്നില്ലെങ്കിലാണ് അള്ളാഹു കോപിക്കുക. അപ്പം എന്തായാലും എന്താക്കണം, നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം. നമ്മൾ എന്തായാലും, അതായത് ഒരു ചെരുപ്പിൻ്റെ ബാറ്, സാധാരണഗതിയിൽ എപ്പോഴും ചെരുപ്പിൻ്റെ ബാറ് പൊട്ടിയാലും മിക്സി വെടുക്കായാലും ഫ്രിഡ്ജിൻ്റെ ലൈറ്റ് പോലൊക്കെ നമ്മൾ ഹസ്ബൻഡിനോടാണ് പറയുക അല്ലേ. അപ്പോൾ ഇനി നമ്മൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തി ഇതൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് തുടങ്ങണം. എന്നിട്ട് മതി ഹസ്ബൻഡിനോട് പറയൽ. പിന്നെ രാത്രി നമസ്കാരം
നിസ്കരിക്കാത്തവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കാറുണ്ടായിരുന്നു. തൻ്റെ ചലനങ്ങൾ ഓരോന്നും പകർത്താറുണ്ടായിരുന്നില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തഹജ്ജുദ് നമസ്കരിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ഇബ്നു ഉമറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ഇബ്നു ഉമർ രാത്രി നമസ്കാരം നിർവഹിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേന്ന് പറയുമായിരുന്നു. കാരണം അദ്ദേഹം ബാക്കി എല്ലാ നബിൻ്റെ എല്ലാ ചലനങ്ങളും എമിറ്റേറ്റ് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ രാത്രി തഹജ്ജുദ് നമസ്കരിച്ചിട്ടില്ല. ജാബിർ റളിയല്ലാഹു അൻഹു കാല സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ലൈലി ലസാഅത്തുൻ ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിം യസ്അലുല്ലാഹ ഖൈറൻ മിൻ അംരി ദുനിയ വൽ ആഖിറതി ഇല്ലാ അഅതാഹു ഇയ്യാഹു വദാലിക കുല്ല ലൈലത്തിൻ. അതായത് രാത്രിയിലെ ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്തിൽ ആ മനുഷ്യൻ എന്തെല്ലാം ചോദിച്ച് ദുനിയവിയാവട്ടെ ഉഖ്റവിയാവട്ടെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അള്ളാഹു നൽകുന്നതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ തഹജ്ജുദ് നമസ്കരിക്കുന്നവർ ദിവസവും കരഞ്ഞു തോർക്കും. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിസാര തെറ്റ് എനിക്ക് ഞാൻ ചെയ്തത് തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല, അവരതാണോ തെറ്റ് എൻ്റെതാണോ തെറ്റ്, ഞാൻ എൻ്റെതെന്ന് പറഞ്ഞിട്ട് അതുവാ ചെയ്യുന്നത്. അങ്ങനെ ഓരോ ചില്ലറ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ സ്ഥിരമായിട്ട് തഹജ്ജുദ് നമസ്കരിക്കുന്നവർക്ക് അവൻ ആരെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല, അവൻ്റെതൊക്കെ മായ്ച്ചു പോയിട്ടുണ്ടാവും എല്ലാ തെറ്റുകളും. മാത്രമല്ല അവന് പരലോകത്തേക്ക് ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാവും. പഠിച്ചോനെ സിറാത്ത് കടത്തി തരണേ, പിന്നെ ഹൗലുൽ കൗസറിലെ വെള്ളം വേണേ, സ്വർഗത്തിൽ അത്ര വീട് വേണേ, നബിൻ്റെ അടുത്തെത്തണേ, സഹാബാക്കളെ കൂടെ ആവണേ, അങ്ങനെ വേണം ഇങ്ങനെ വേണം, സ്വർഗത്തിൻ്റെ നടുവിൽ വേണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവന് ചോദിക്കൂലേ. മൻ യസ്അലൂനി അല്ല മൻ യസ്അലൂനി ഫൗത്തിയാഹു, അള്ളാഹു അവനത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു വിശ്വാസിൻ്റെ നിലപാട് എന്താ നിങ്ങളെ വിചാരിച്ചത്? അവൻ എവിടെ ആയിരിക്കും എത്തുക? ദിവസവും ചോദിക്കുന്നു. അപ്പം ഞാൻ എഴുതിയ ആ ബുക്കിൽ 100ഓളം ചോദ്യങ്ങളുണ്ട്. അത് കുറേ നമ്മളിപ്പോൾ പകലത്തെ പർലസ്കാരത്തിനൊക്കെ നമ്മൾ ഈ സ്വഹീഹ് ഹദീസും ഖുർആനിലെ ദുആകളാണല്ലോ. പക്ഷെ അതിൽ കവിഞ്ഞിട്ട് മറ്റേ നമുക്ക് വേണേൽ പറയാം പല നമ്മുടെ മക്കളെ വരെ പഠിച്ചോനെ ദീനിലായിരിക്കണം. അത് ദജ്ജാൽ വരുമ്പോൾ അവർ അതിൽ നിന്ന് രക്ഷിക്കണം. ഇപ്പോഴത്തെ പല ജാതി പിന്നെ സംസ്കാരം ഉണ്ടല്ലോ, പിന്നെ അതിൽ നിന്നൊക്കെ ഇത് കോളേജ് ലൈഫും പിന്നെ പെണ്ണും കല്യാണം കഴിക്കൽ അങ്ങനെ കണ്ട പല കഥകളൊക്കെ ഉണ്ടല്ലോ. ആ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനാചാരത്തിൽ നിന്നും നമ്മളെ മക്കളെ രക്ഷിക്കണം. അങ്ങനെ കണ്ട കഥകളൊക്കെ നമുക്ക് ഒന്നും കൂടെ നമ്മളെ കൊളോക്കിയൽ ഭാഷയിൽ അള്ളാഹിനോടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അതും കൂടെ ആകുമ്പോൾ നമുക്കത് ഈ 100 ദുആകളൊന്നും നമുക്ക് ഒറ്റ ദിവസം പറയാൻ കഴിയില്ല. നമുക്ക് കുറേ ദിവസം എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ അള്ളാഹു അത് നമുക്ക് നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. തഹജ്ജുദ് നമസ്കരിക്കുന്നവൻ എല്ലാത്തോനും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഒന്നും ഇല്ല അല്ലേ, ഇങ്ങനത്തെ ഒരു ഓഫറും ഇല്ല, ഇങ്ങനത്തെ ഒരു ഓപ്ഷനും ഇല്ല. ആയിഷത്ത റളിയല്ലാഹു അൻഹ തഹജ്ജദ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബൈത്തി ഫസമിയ സൗത്ത അബ്ബാസിൻ യുസല്ലി ഫിൽ മസ്ജിദി ഫഖാല. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ദിവസം അബ്ബാബിനു ബഷറിൻ്റെ ശബ്ദം കേട്ട് നബി സല്ലല്ലാഹു ആയിഷ അത് അബ്ബാസിൻ്റെ ശബ്ദം തന്നെയല്ലേ. അപ്പോൾ തൊട്ടടുത്താണല്ലോ മസ്ജിദ് നബവിൻ്റെ ആ ഒരു ചുമരിനാണല്ലോ നബിൻ്റെ വീട്. അപ്പോൾ ആയിഷനോട് ചോദിക്കുക. അപ്പോൾ ആയിഷ പറഞ്ഞാൽ അതെ, അത് അബ്ബാസിൻ്റെ സൗണ്ട് തന്നെ. അപ്പോൾ മറുപടി ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിച്ചു, അള്ളാഹുവേ അബ്ബാസിന് കാരുണ്യം ചൊരിയണമേ. അപ്പം തഹജ്ജുദ് നമസ്കാരക്കാരന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലേ. നബിൻ്റെ പ്രാർത്ഥന തട്ടപ്പെടൂലല്ലോ, സ്വീകരിക്കുമല്ലോ. അത് ഏറ്റവും നല്ല വ്യക്തികൾക്കായിരിക്കുമല്ലോ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ തഹജ്ജുദ് നമസ്കാരം എന്ന് പറയുന്നത് കളിച്ചിട്ടല്ല, അതൊരു ഒന്നൊന്നര കൂലിയുള്ള പ്രതിഫലമുള്ള സംഗതി തന്നെ. ഇപ്പം ഇത്ര നേരം പറഞ്ഞിട്ട് 26 എത്തിയിട്ടുള്ളൂ കേട്ടോ, ഇനിയും കിടക്കുക. പിന്നെ 27ാമത്തെ അസ്മാ റളിയല്ലാഹു അൻഹ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, പുനരുദ്ധാരണ നാളിൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടും. അപ്പോൾ ഇങ്ങനെ വിളിക്കുന്നവൻ മുനാദിയൻ യുനാദി, വിളിച്ചു പറയുന്ന ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയും, ശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്നവരെവിടെയെന്ന്. അതായത് ഭർത്താക്കന്മാരെ കൂടെ കിടക്കുന്നിടത്തുനിന്ന് നല്ല പുതപ്പിട്ട് എസിയിലൊക്കെ ഭയങ്കര കൂളായിട്ട് കിടന്നു ഉറങ്ങുന്നവരിൽ നിന്ന് തഹജ്ജുദ് നമസ്കരിക്കുന്നവരെവിടെ. അപ്പോൾ ഒരു പറ്റം ആളുകൾ മുന്നോട്ട് വരും. അവർ വളരെ റെയറായിരിക്കുമല്ലോ ആ ആളുകൾ. അങ്ങനെ അവരെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. പിന്നീടാണ് മറ്റുള്ളവരെ വിചാരണക്കെടുക്കുക. ബൈഫക്കി ഇമാം
പിന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അൽഹംദുലില്ലാ, അത് അങ്ങനെ തന്നെ ആവട്ടെ ഹദീസിലെ പഠിച്ചോനെ. അങ്ങനെ തഹജ്ജുദ് നമസ്കരിക്കുന്നതിൻ്റെ പേരിൽ വിചാരണ എന്ന് പറയുന്നത് ഒന്നൊന്നര കേസാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയെ തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ തഹജ്ജുദിന് എഴുന്നേൽക്കാമെന്ന് കരുതി ഉറങ്ങിപ്പോയാലും പ്രതിഫലം രേഖപ്പെടുത്തും എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ കിടന്ന് എണീക്കാലോ എന്ന് വിചാരിച്ച്, പക്ഷെ ഉറങ്ങിപ്പോയി എങ്കിലും നമുക്ക് പ്രതിഫലമുണ്ട്. സമയം 3:40 ഇനിയും കുറേ പറയാം. പിന്നെ ഇത് ധാരാളം അനുഗ്രഹം നേടിത്തരുന്ന ഒരു കർമ്മമാണ്. തഹജ്ജുദ് നമസ്കാരക്കാർ ഗർവ് നടിക്കുകയില്ല. അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അതെന്താണ് കേൾക്കുന്നല്ലേ? അള്ളാഹു അവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നരകത്തിലിടുവോ? ഇല്ല. അള്ളാഹു ഏതെല്ലാം രീതിയിൽ അവൻ്റെ ഇബാദത്ത് കുറവാണെങ്കിലും അവൻ എങ്ങനെങ്കിലും പിന്നെ മീസാൻ്റെ അടുത്തെത്തുമ്പോൾ കൃത്രിമം കാണിച്ചിട്ടെങ്ങനെയെങ്കിലും അള്ളാഹുവിന് ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ? അള്ളാഹുവിന് ഇനിയിപ്പോൾ നമ്മൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് മീസാൻ കൊണ്ട് നിറയ്ക്കാനും അള്ളാഹ്ക്ക് പറ്റും. അള്ളാഹു ആണല്ലോ അല്ലേ? അള്ളാഹു ഫുൾ പവർ അല്ലാണ്ട് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട വ്യക്തിയെ സ്വർഗത്ത് കയറ്റാൻ അള്ളാഹ്ക്ക് നമ്മൾ ക്ലാസ് ഒന്നും എടുത്തു കൊടുക്കണ്ടല്ലോ. അപ്പോൾ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നു, അവൻ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നു. പിന്നെ അവനെ സംബന്ധിച്ച് അള്ളാഹു അഭിമാനിക്കുകയും ചെയ്തിട്ട് മലക്കുകളോട് പറയും അല്ലേ? അഖിമി സ്വലാത്ത ലിദുലൂകി ഷംസി ഇല ഗസഖിൽ ലൈലിൽ ഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷൂദ. അതായത് സൂര്യൻ പിന്നെ ആകാശത്തിൽ നിന്ന് തെറ്റിയത് മുതൽ രാത്രി ഇരുളുന്നത് വരെ നീ മുറപ്രകാരം നമസ്കരിക്കുക. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നമസ്കാരം സാക്ഷ്യം വഹിക്കുന്നു. അതായത് സുബഹി നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് സാക്ഷ്യം വഹിക്കുന്നതാണ്. പിന്നെ സ്പീഡിൽ പറഞ്ഞിട്ട് പോട്ടെ. ഖബറിലെ ഇരുട്ടിൽ നിന്ന് തഹജ്ജുദ് നമസ്കാരം പ്രകാശമായി വന്നു. അൽഹംദുലില്ലാ, എനിക്ക് എപ്പോഴും പേടിയുള്ളൊരു സംഗതിയാണ് പഠിച്ചവനെ ഖബറിൻ്റെ ഒരവസ്ഥ. എനിക്ക് ഇരുട് എന്ന് പറയുന്നത് പേടിയല്ലേ? അപ്പോൾ അതിൽ നിന്ന് വെളിച്ചം കിട്ടും പോലെ പ്രകാശം തഹജ്ജുദ് നമസ്കരിക്കുന്നത്. പിന്നെ നാഥൻ സ്തുത്യർഹമായ സ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ റബ്ബിൻ്റെ കോടതിയിൽ ശുദ്ധമായ മനസ്സുമായിട്ട് ചെല്ലാൻ പറ്റുന്ന, അവൻ്റെ മനസ്സിലൊരു കേടും പോരൊന്നുമില്ല. പിന്നെ അവൻ ധനാഢ്യൻ, അതായത് പാരത്രിക പുതുമ നേടിത്തരുന്ന ഐഹിക പാരത്രിക ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങൾക്ക് പുതുമ ഉണ്ടാവും എന്ന് പറയുന്നത്. പിന്നെ ജിഹാദ് ചെയ്യാതെ പ്രതിഫലം, നമുക്കൊന്ന് ജിഹാദിൻ്റെ കൂലി ഇട്ടാൽ അപ്പോൾ യുദ്ധങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? പക്ഷേ ഈ ജിഹാദിൻ്റെ കൂലി ഉണ്ടാവും. പിന്നെ തഹജ്ജുദ് നമസ്കാരത്തോടൊപ്പം ചേർത്ത് പറഞ്ഞ മറ്റൊരു വിഭാഗമാണ് സൽസ്വഭാവം കാത്തു സൂക്ഷിക്കുന്നത്. അവർക്കും ഈ കൂലികളൊക്കെ ബാധകമാണെന്നാണ് അല്ലേ? പകലിലെ വ്രതവും രാത്രിയിലെ ഉറക്കമൊഴിച്ചുള്ള നമസ്കാരവും കാരണം അവരുടെ മുഖങ്ങൾ വെട്ടിത്തിളങ്ങുന്നുണ്ട്. അതായത് സുന്നത്ത് നോമ്പ് എടുക്കുകയും തഹജ്ജുദ് നമസ്കരിക്കുകയും ചെയ്യുന്നവരുടെ മുഖത്തിനൊക്കെ ഭയങ്കര പ്രകാശമായിരിക്കും അല്ലേ? അതായത് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു കാല, ഒരാൾ രാത്രി നമസ്കരിക്കുന്നവനാണെങ്കിൽ അള്ളാഹു അവൻ്റെ മുഖത്തൊരു പ്രകാശം കൊടുക്കും. എല്ലാ മുസ്ലിങ്ങളും അവനെ ഇഷ്ടപ്പെടും. അവനെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ കണ്ടാൽ പറയും എനിക്ക് അയാളെ ഇഷ്ടമാണെന്ന്. അതായത് ഇവിടെ ഈ ഒരു തരത്തിലും ബന്ധപ്പെടാത്ത ഒരാൾ കണ്ടാലും അയാളും പറയുമല്ലേ എനിക്ക് അയാളെ കണ്ടപ്പോൾ ഇഷ്ടമായി. അങ്ങനെ ദുനിയാവിലുള്ള അള്ളാഹു ആകാശലോകത്ത് ഇഷ്ടമുണ്ടാക്കി കൊടുക്കും. ഭൂമിയിലുള്ളവരോടും അള്ളാഹു ജിബ്രീലിനോട് പറയും അവനെ എല്ലാവരോടും ഇഷ്ടപ്പെടാൻ പറയും. പിന്നെ രാത്രി നമസ്കാരം പതിവാക്കുന്നവരെ നാളെ പ്രത്യേകം പരിഗണിക്കും. അതായത് നമ്മൾ അള്ളാഹിൻ്റെ മീസാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും ഒരു ഒരു ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് അള്ളാഹു നമുക്ക് പരിഹരിച്ചു തരും. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. അതായത് പിന്നെ ഉഖ്ബത്തുന ആമിറിനോട് നിവേദനം ചെയ്തൊരു ഹദീസിൽ പറയാണ്, ഞങ്ങൾ പള്ളിയുടെ താഴ്വാരയിലൊക്കെ ആകുമ്പോൾ നബി ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ബന്ധം മുറിക്കാതെ പിന്നെ ബുദ്ഹാനിലോ അഖീഖിലോ പോയി 2 പൂഞ്ഞയുള്ള വലിയ ഒട്ടങ്ങളെ കൊണ്ടുവരുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അതായത് ബന്ധം മുറിക്കുകയോ ചെയ്യാതെ, അതായത് പിന്നെ ആ സ്ഥലത്ത് പോകുകയോ ബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കൂലിയും പിടിച്ചു വെക്കുമല്ലോ. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞ ബന്ധം മുറിക്കാത്തവർ അവിടെ പോയിട്ട് 2 കുഞ്ഞുള്ള വലിയ മേത്തരം ഒട്ടകങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവർ ചോദിച്ചു, ആന്താഷ് നബിയെ ആർക്കാ ഇഷ്ടമില്ലാത്ത? അപ്പം പറഞ്ഞതാണ്, നിങ്ങൾ നമസ്കാരത്തിൽ ഓതുന്ന 3 സൂറത്തുകളോ അതല്ല പള്ളിയിൽ വെച്ച് പാരായണം ചെയ്യുന്ന സൂറത്തുകളോ ആ ഒട്ടകത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ആരാ പറഞ്ഞത്? 4 ഒട്ടകങ്ങൾ 4 സൂക്തം 4 ഒട്ടകങ്ങളെക്കാൾ, 3 സൂക്തം 3 ഒട്ടകങ്ങളെക്കാൾ. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു അവിശ്വസനീയതയില്ല അല്ലേ?
വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങാറുള്ളൂ അല്ലേ. രാത്രിയിൽ പാരമ്പമോചനം ശരിയാ. തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ഉറക്ക് എന്ന് പറയുന്ന മുറുകിയ ഒരു ഉറക്കം അവർക്ക് കിട്ടേയില്ല. കാരണം കിടക്കുമ്പോൾ അല്ലാ സുബ്ഹി, അല്ലാ തഹജ്ജുദ്, അല്ലാ തഹജ്ജുദ്, അലാറം അടിക്കുക, അലാറം വെച്ചിക്കണം, വേഗം കിടക്കണം, വേഗം ഉറങ്ങണം, എന്നാലേ എണീക്കുക. ആ ഒരു മന്ത്രം അവരെ മനസ്സിൽ ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടേന്നിരിക്കും. പിന്നെ ഇത് ഭയങ്കര ഒരു സ്റ്റോറിയാണ്. അലി റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസിൽ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും സ്വർഗത്തിൽ മനോഹരമായ ഒരു വൃക്ഷമുണ്ട്. അതിൻ്റെ താഴെയായി സ്വർണ്ണ നിർമ്മിതമായ ഒരു കുതിര നിൽക്കുന്നു. ഒരു മനോഹരമായ വൃക്ഷത്തിൻ്റെ ചോട്ടിലെ അതിൽ മുത്തും പവിഴവും മാണിക്യവും കൊണ്ടുള്ള കടിഞ്ഞാണുകളുണ്ട്. സ്വർണ്ണ ചിറകുള്ള കുതിരപ്പുറത്ത് ഒരു പറ്റം ആളുകൾ ഇങ്ങനെ സ്വർഗവാസി യഥേഷ്ടം ഇങ്ങനെ ചുറ്റി നടക്കും പോലെ. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ആ മുത്തും പവിഴും ആയിരിക്കുമല്ലോ അതിൻ്റെ എന്തെന്നറിയോ, കടിഞ്ഞാണ്, പിടിക്കുന്ന സാധനം. അപ്പോൾ ആൾക്കാർ ചോദിക്കുമല്ലോ അള്ളാഹുവിനോട്, ഇതെന്താ പഠിച്ചോനെ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ മതിമതിച്ച് പോണത്, കുളൂസടിച്ച് പോകുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച്, നമുക്ക് എത്ര സ്വത്തും സമ്പാദ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബെൻസ് കാറെടുത്തല്ലേ ഓടിയെടുത്ത്, അതിനേക്കാളും മുന്തിയ കാറെടുത്ത് ഒരു പെണ്ണിന് പുറത്ത് പോകാൻ മടിയല്ല. ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുക, ഇവിടെ ജാടാന്ന് വിചാരിക്കുക, അത് ആണുങ്ങൾ എടുക്കും. പക്ഷെ പെണ്ണുങ്ങൾക്ക് എന്നാലും ഒരു മടിയാണ് അല്ലേ. പിന്നെ എക്സെപ്റ്റ് സിനിമാ സ്റ്റാർസൊക്കെ അല്ലേ, അവർ പിന്നെ എടുക്കും, അതല്ലാത്തോലേക്ക്. പക്ഷെ അവിടെ അവരോട് അള്ളാഹിനോട് ചോദിക്കല്, ഇവരൊക്കെ എന്തേനും അള്ളാഹ് ചെയ്തത്, എന്താ ഇവരോട് കിബർ, സ്വർണത്തിൻ്റെ ഒട്ടകോ അതിൻ്റെ പുറത്ത് കയറുന്ന്, കടിഞ്ഞാണാണെങ്കിൽ വൈരോട്ട്. ഇവിടെ നമുക്കൊരു മോതിരത്തുമ്മൽ വെക്കാൻ പിന്നെ ഡയമണ്ട് കിട്ടുന്നില്ല, അവിടെ കുതിരൻ്റെ പിന്നെ കടിഞ്ഞാണുമലൊക്കെ മുത്തും പവിഴം വെച്ച പോലെ. അപ്പോൾ അള്ളാഹു പറയുമല്ലേ, നിങ്ങൾ രാത്രി സുഖമായി ഉറങ്ങുമ്പോൾ അവർ എഴുന്നേറ്റ് നമസ്കരിച്ചിരുന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ഒരു സുന്നത്ത് നോമ്പ് പിടിച്ചിരുന്നു. നിങ്ങൾ പിശുക്ക് കാണിച്ചപ്പോൾ അവർ ധനം ചെലവഴിച്ചിരുന്നു. നിങ്ങൾ ഭീരുത്വം കാണിച്ചപ്പോൾ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തിരുന്നു. പോരേ അവരുടെ ഒരു കൂലിയില്ലേ. അപ്പോൾ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളെ സന്ദർശിക്കാനെത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, താങ്കൾ ഇഷ്ടം പോലെ ജീവിക്കുക, കാരണം താങ്കളും മരണപ്പെടും. അതായത് നഹൽ റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസിൽ പറയാണ്, സഹൽ ഇഷ്ടമുള്ളതെല്ലാം പ്രവർത്തിക്കുക, അതിന് നാളെ പ്രതിഫലം നൽകാമുള്ളൂ. ഇഷ്ടമുള്ളവരെ സ്നേഹിക്കുക, കാരണം അവരോടൊക്കെ നിങ്ങൾ വിട പറയും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക അല്ലേ, നമുക്ക് എന്നെന്നും നിലനിൽക്കുന്നത് എന്തായിരിക്കും, പിന്നെ അള്ളാഹു നാം ചെയ്ത അമലുകളും അല്ലേ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ദുനിയാവിൽ ഇപ്പോൾ എന്ത് കളി കളിച്ചാലും, ഇപ്പോൾ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ ജീവിച്ചാലും, ഓടി കാറെടുത്ത് ഓടിയാലും, എത്ര മുന്തിയ ഡ്രസ്സ് ഇട്ടാലും ഒക്കെ അതൊക്കെ നമുക്ക് ദ്രവിച്ചു പോകും, നഷ്ടപ്പെടും. പക്ഷെ എന്താണ് നമ്മൾ ചെയ്ത ഇബാദത്ത്, അമലുകൾ, നിസ്കാരം, ദുആകൾ, അത് എന്നെന്നും നിലനിർക്കും അല്ലേ. പിന്നെ ആത്മസംസ്കരണത്തിൻ്റെ മാർഗമാണിത്. പിന്നെ ശക്തമായ ഹൃദയ സാന്നിധ്യം എല്ലാത്തിനും അല്ലേ. അത് തഹജ്ജുദ് സമയത്ത് എണീച്ച് നന്നായിട്ട് ഓതി നിസ്കരിക്കുന്ന ഒരാൾക്കറിയാം, ആ സമയത്ത് ഓതുന്ന പോലത്തെ ഒരു തഖ്വയും ഖുശൂഉം ഒന്നും വേറൊരു സമയത്ത് ഓതിയാലും കിട്ടൂല അല്ലേ. വാക്കിന് കൂടുതൽ നിർത്തുന്നതാകുന്നു, അതായത് നമ്മൾ പറയുന്നത് നമുക്ക് തന്നെ നമ്മളെ ചെവി തന്നെ കേൾക്കും പോലെ, വേറെ ഒന്നും ഡിസ്റ്റർബൻസ് ഇല്ലാലോ, എല്ലാവരും ഉറങ്ങുകയല്ലേ അല്ലേ. അഥവാ ദഅവ പ്രവർത്തനത്തിലുള്ള ഊർജം ലഭിക്കുന്നു. ആ ദഅവ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പലതരം കുത്തുകളും ചവിട്ടുകളും പല ഇൻസൾട്ടിങ് ഒക്കെ വരും ദഅവ പ്രവർത്തനത്തിൽ ഇറങ്ങിയാൽ. അപ്പോൾ അതിലേക്കുള്ളൊരു ഊർജം ലഭിക്കണമെങ്കിൽ അതിനുള്ള പെട്രോളാണ് തഹജ്ജുദ് നമസ്കാരം എന്ന് പറയുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഹജ്ജുദ് നമസ്കാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല കേട്ടോ. പിന്നെ അന്ത്യയാമങ്ങളിൽ രാത്രിയുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയില്ലെന്ന് ഭയപ്പെടുന്നവർ വിത്ർ നമസ്കരിച്ച് കിടക്കാം അല്ലേ. ചിലപ്പം മിനിമം ഒരു 3 മണിക്ക് എന്നെങ്കിലും എണീക്കണം. 3 മണിക്ക് എണീച്ച് നമ്മുടെ ടോയ്ലറ്റിൽ പോക്ക്, ഒന്നെടുക്കൽ, അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിച്ച് നന്നായി ദുആ ചെയ്ത്, ആ ദുആ ചെല്ലുമ്പോൾ അതിൻ്റെ മുമ്പേ ചെല്ലാനുള്ള അതൊക്കെ ചൊല്ലി അസലായിട്ട് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം അള്ളാഹുവിന് കുറേ നന്ദി കുറേ കാര്യങ്ങൾ അൽഹംദുലില്ലാ നമുക്കതുണ്ട്, അൽഹംദുലില്ലാ വീടുണ്ട്, കാറുണ്ട്, മക്കളുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്. കണ്ണില്ലെങ്കിൽ പോയി, ചെവിയില്ലെങ്കിൽ പോയി, ഒന്നുമില്ലെങ്കിലൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ട്. കൈയില്ലെങ്കിൽ നമുക്ക് മുടി കെട്ടാൻ കഴിയില്ല, കുളിക്കാൻ കഴിയില്ല, അങ്ങനെ. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ ലിസ്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ മറ്റേ
പരാതികളും പരിഭവങ്ങളും പറയാം അല്ലേ. അതൊക്കെ പറഞ്ഞ് കുറേ നിസ്കരിച്ച് കുറേ ഓതി അപ്പോഴത്തേന് എന്തോ ഒരു റിലാക്സേഷനാണെന്നറിയോ. അതും കഴിഞ്ഞ് തഹജ്ജുദ് സുബഹി നിസ്കാരവും കഴിഞ്ഞ് ഇഷ്റാഖ് വരെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ബോഡിക്ക് ആകെ ഒരു വീക്കായ പോലാണ്. കാരണം ഒരുപാട് അമലുകൾ, ഭാരമേറിയ അമലുകളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഒന്നും ചില്ലറ കൂലിയൊന്നല്ലല്ലോ. സുബഹി നമസ്കാര ശേഷം ഇഷ്റാഖ് വരെ ഇരുന്നവന് ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലിക്ക അജ്റിൻ താമത്തൻ താമത്തൻ താമത്തൻ, പൂർണ്ണമായ ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലിയാണ്. അപ്പോൾ ഇത്രയും ഭാരിച്ച കൂലിക്ക് വേണ്ടി ഇത്രയും അമലുകൾ ചെയ്യുന്ന വ്യക്തികൾക്ക് എന്താ പറയുക, അന്നേരം നല്ലൊരു ക്ഷീണമുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പിന്നെ വീട്ടിലെ ജോലികൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ ഇത്രയും ഇനിയുണ്ട് ഒരുപാട് പറയാൻ. സമയം വൈകി, നിർത്തണോ? പിന്നെ അഹബ്ബൽ അഅ്മാലി ഇലല്ലാഹി മാ ദാമ വൈൻ കല്ല. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടം, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണോ, ഡെയിലി ചെയ്യുന്ന. അതായത് ഇന്ന് 5 സ്കെച്ച്, നാളെ 2 സ്കെച്ച്, മറ്റന്നാൾ തീരെ ഇല്ല, അതിൻ്റെ പിറ്റേന്ന് 7 സ്കെച്ച്, അങ്ങനെ ഒരു തഹജ്ജുദിന് ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് പറ്റുന്നത് ഡെയിലി ചെയ്യാം. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ 1-ാം തീയതി തുടങ്ങും, പിന്നെ അൽബക്കറ, 2-ാം തീയതി രണ്ടാമത്തെ ജ്യൂസ്, 3-ാമത്തെ ദിവസം 3-ാം ജ്യൂസ്, അങ്ങനെ ഓതി 1 മാസം കൊണ്ട് അവർ എല്ലാ മാസവും നിസ്കാരത്തിൻ്റെ ഹതം തീർക്കും. എത്ര അവർ പ്രതിഫലം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാണ്. 6000 സംതിങ് ആയത്തുകൾ നിസ്കാരത്തിൽ ഓതിയ അത്രയും ഒട്ടകങ്ങളെ വില, ഒരു ഒട്ടകത്തിന് തന്നെ 10 ലാക്ക് 15 ലാക്ക് അബവ് വില ഉണ്ട്, 15 ലക്ഷത്തിന്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രതിഫലങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയില്ലേ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നത് കൊണ്ട് ഇൻഷാ അല്ലാ അതിൻ്റെ സെക്കൻഡ് പാർട്ട് തീർന്നില്ല, ഇനിയുമുണ്ട് ധാരാളം. പിന്നെ അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.